ജെയിംസ് കഴുത്തൊടിഞ്ഞ പക്ഷിയെപ്പോലെ തിണ്ണയിലുള്ള കസേരയിൽ ചാരിക്കിടക്കുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് വയസ്സ് കൂടിയതുപോലെ തോന്നുമായിരുന്നു അവനെ കണ്ടാൽ. അപ്പോഴാണ് ഏതോ വാഹനം വേലിക്കരികിൽ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. ജെയിംസ് തല ഉയർത്തി നോക്കി. അതൊരു പോലീസ് ജീപ്പായിരുന്നു. SI ഹരിശങ്കറും 2 പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള വഴിയെ നടന്നു വരുന്നത് ജെയിംസ് കണ്ടു. പോലീസ് പാർട്ടിയെ കണ്ട് അവൻ ആദരവോടെ എണീറ്റു. അകത്തു നിന്നും മത്തായി ചേട്ടനും സാറാമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ സർ? ഭയത്തോടെ മത്തായി ചേട്ടൻ തിരക്കി. തടത്തിൽ വീട് ഇത് തന്നെയല്ലേ? SI ചോദിച്ചു. അതെ. ജെയിംസ് സാറാണ്? ഞാനാ സർ, ജെയിംസ് പറഞ്ഞു. ഓഹോ, നീയാണല്ലേ കക്ഷി? മരിച്ച സോഫിയുടെ കാമുകൻ? ബാറ്റൺ കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ ഹരിശങ്കർ പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവർ പരസ്പരം പകച്ചു നോക്കി. നീ എങ്ങനെയാടാ അവളെ കൊന്നത്? കഴുത്ത് ഞെരിച്ചോ അതോ മുണ്ടിട്ട് മുറുക്കിയോ? സർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ജെയിംസ് പരിഭ്രമിച്ചു. മനസ്സിലാക്കി തരാമടാ കഴിവോടെ മോനെ. ഹരിശങ്കറിന്റെ മുട്ടുകാൽ ഇടിവാള് പോലെ പറന്നു ചെന്ന് ജെയിംസിന്റെ നാഭിയിൽ വീണു. ആ അമ്മേ! അവൻ തറയിലേക്കിരുന്നു. സർ, എന്താ ഇത്? എന്റെ മോൻ എന്ത് തെറ്റ് ചെയ്തു? അത് കണ്ട് മത്തായി ചേട്ടനും സാറാമ്മയും നിലവിളിച്ചു. അവന്റെ ഒരു അഭിനയം! ഇനി സ്റ്റേഷനിൽ ചെന്നിട്ട് മതി ബാക്കി ഭാഗം. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജെയിംസ് കൈകൂപ്പി. ഇൻസ്പെക്ടർ വീണ്ടും തൊഴിക്കാൻ കാലുയർത്തി. സാറേ, എന്റെ മോന് തല്ലരുത്, സാറാമ്മ യാചിച്ചു. തള്ളേ, നിങ്ങളുടെ മോൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? പാവം ഒരു പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് ഒടുവിൽ അവളെ ഗർഭിണിയാക്കി. എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന് വെള്ളത്തിൽ താഴ്ത്തി. ഹരിശങ്കർ നാടകീയമായ ചുവടുകൾ വെച്ചു. ജെയിംസ് കാതിൽ ഈയം മുറുക്കി ഒഴിച്ചതുപോലെ ഞെട്ടിവറച്ചു. സർ, ഇത് സത്യമാണോ? മത്തായി ചേട്ടനും സാറാമ്മയും കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ തരിച്ചു നിന്നു. നിനക്കൊന്നും അറിയില്ല അല്ലേ? എന്തിനാടാ നീ അവളെ കൊന്നത്? ഹരിശങ്കർ വീണ്ടും ചുവടുകൾ വെച്ചു. സോഫിയുടെ മരണം കൊലപാതകമാണെന്ന് അറിഞ്ഞ ജെയിംസ് തളർന്നുപോയി. അതിലും ആഘാതം അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതായിരുന്നു സോഫി തന്നിൽ നിന്ന് അകലാൻ കാരണം. ജെയിംസിന് ഒന്നുറപ്പായി. സോഫിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് അവൾ നശിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ജെയിംസ് തന്നെ മറക്കണമെന്ന് അവൾ വാശി പിടിച്ചത്. അത് പറയുമ്പോഴും കരള് വലിച്ചു പറിച്ചെടുക്കുന്ന വേദന അവൾ അനുഭവിച്ചിരുന്നതായി ആ മുഖഭാവത്തിൽ നിന്ന് തനിക്കറിയാമായിരുന്നു. ദൈവമേ, ആരാണ് ദുഷ്ടൻ? എനിക്ക് അവനെ കാണിച്ചതാ. ഈ നിമിഷം അവനെ ഞാൻ ചോദിച്ചത് കേട്ടില്ലടാ. ഏതോ ഗഹൂരത്തിൽ നിന്നുമാണ് ഹരിശങ്കറിന്റെ ശബ്ദം വരുന്നതെന്ന് ജെയിംസിന് തോന്നി. അവൻ പിടഞ്ഞുണർന്നു. എനിക്കറിയില്ല സർ, എന്റെ ജീവനേക്കാളേറെ അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് ഒരൊറ്റ കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, തൊണ്ട ഇടറിക്കൊണ്ടവൻ പറഞ്ഞു. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം, വാ. മടിച്ചു പോലും നിൽക്കാതെ ജെയിംസ് അവർക്കൊപ്പം ചെന്ന് ജീപ്പിൽ കയറി. തടത്തിൽ വീട്ടിൽ നിന്നും ജെയിംസിനെയും കൊണ്ട് പോലീസ് ജീപ്പ് പറന്നകന്നപ്പോൾ സാറാമ്മയുടെ നിലവിളി ഉയർന്നു. പുല്ലൂരാംപാറയിൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ആ വാർത്ത അറിഞ്ഞു. സോഫിയുടെ മരണം കൊലപാതകം. കൊലക്കുറ്റത്തിന് തടത്തിലെ ജെയിംസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച സോഫി 3 മാസം ഗർഭിണിയായിരുന്നു. ജെയിംസ് ഒരിക്കലും അത് ചെയ്യില്ല. കേട്ടവർ അങ്ങനെയാണ് പറഞ്ഞത്. ആലങ്കര ബംഗ്ലാവിലും പോലീസ് ജെയിംസിനെ അറസ്റ്റ് ചെയ്ത വാർത്ത എത്തിയിരുന്നു. അവർക്കും ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മത്തായി ചേട്ടൻ പള്ളിമേടയിൽ ചെന്ന് തെന്നയ്ക്കൽ അച്ഛനെ കണ്ടു. അച്ചോ, എന്റെ ജെയിംസ്! മത്തായി ചേട്ടൻ കരയാതിരിക്കൂ, നമുക്ക് ജെയിംസിനെ ജാമ്യത്തിലിറക്കാം. അച്ഛനും അറിയാം ജെയിംസ് സോഫിയെ ഒന്ന് നുള്ളുക പോലും ചെയ്യില്ലെന്ന്. സോഫിയെ നശിപ്പിച്ചതാരാണെന്ന് കുമ്പസാര രഹസ്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തനിക്ക് കുമ്പസാര രഹസ്യം പുറത്തുവിടാൻ അധികാരമില്ല. സഭയുടെ തീരുമാനമാണത്. നിരപരാധിയായ ജെയിംസിനെ രക്ഷപ്പെടുത്തുകയും വേണം. അച്ഛൻ ത്രിശങ്കു സ്വർഗത്തിലായി. എന്തു ചെയ്യണമെന്ന് ഒരു ഊഹവും കിട്ടിയില്ല. കരുണേട്ടനും കൂട്ടരും ആലങ്കര ബംഗ്ലാവിലെത്തി മുതലാളിയെ കണ്ടു. മുതലാളി, ജെയിംസിനെ ജാമ്യത്തിൽ ഇറക്കണം, അവൻ നിരപരാധിയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എത്ര വർഷമായി മുതലാളി ഞങ്ങൾ അവനെ കാണാൻ തുടങ്ങിയിട്ട്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാ ജെയിംസ്, കരുണേട്ടൻ ഈറോടെ പറഞ്ഞു. ജാമ്യത്തിലിറക്കിയിട്ട് എന്തിനാ? തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനാണോ? തോന്നിയാസം പറഞ്ഞ മുതലാളിയാണെന്ന് ഞാൻ നോക്കില്ല. കരുണേട്ടനെ കൂടെ വന്നവർ പിടിച്ചു വെച്ചു. എടോ, തന്റെ മകളെ സ്വന്തമാക്കാനല്ലേ
അവന് വേണ്ടി കണ്ടുവച്ചിരുന്ന ആ പെണ്ണിനെ അവൻ കൊന്നത്? ചെറ്റത്തരം പറയില്ല മുതലാളി, ദൈവം പോലും പൊറുക്കില്ല. അതിന് മറുപടിയായി ആന്റണി മുതലാളി ഒന്ന് ചിരിച്ചു. അവനെ ജാമ്യത്തിലിറക്കാൻ മുതലാളിക്ക് പറ്റുമോ? ശ്രമിക്കാം, അലസതയോടെ മുതലാളി പറഞ്ഞു. ശ്രമിച്ചാൽ പോരാ, ഉറപ്പ് തരണം. ഇല്ലെങ്കിൽ? മുതലാളിയുടെ തൊഴിലാളിയാണ് ജെയിംസ്. അവനെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാകും വരെ തൊഴിലാളികൾ ആരും പണിക്കിറങ്ങില്ല. തൊഴിലാളികളെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മുതലാളിക്ക് തോന്നി. അവർ പണിമുടക്കിയാൽ ലക്ഷങ്ങളാണ് തനിക്ക് നഷ്ടം വരിക. നയത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ശരി, നിങ്ങൾ പോകൂ. ഞാൻ ഉടൻ തന്നെ അഡ്വക്കേറ്റ് ഫിലിപ്പിനെ വിളിച്ചു പറയാം. ആലങ്കരയിലെ ലീഗൽ അഡ്വൈസറാണ് അഡ്വക്കേറ്റ് ഫിലിപ്പ്. കർണാടകൻ സംഘവും തിരിച്ചുപോയി. സബ് ഇൻസ്പെക്ടർ ഹരിശങ്കർ ജെയിംസിനെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായി, ജെയിംസ് നിരപരാധിയാണ്. പിന്നെ മറ്റാരാണ് സോഫിയെ കൊന്നത്? ആൻഡ്രൂസോ ഡേവിഡോ? ആ നിയമപാലകന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഇനി ഡേവിഡിനെ പൊക്കണം. ആ സമയം ഫാദർ ജോർജ് തെന്നലിക്കലിൽ അഡ്വക്കേറ്റ് ഫിലിപ്പുമായി സ്റ്റേഷനിലേക്ക് കയറി വന്നു. ഇൻസ്പെക്ടർ, ജെയിംസിന് ജാമ്യത്തിലിറക്കാൻ വന്നതാണ്, ഫാദർ പറഞ്ഞു. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ നിങ്ങൾ ജാമ്യം എടുത്തോളൂ. ഇപ്പൊ വിടാൻ പറ്റില്ല, ഹരിശങ്കർ പറഞ്ഞു. അടുത്ത ദിവസം ജെയിംസിനെ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജാമ്യത്തിലിറക്കി. ആലങ്കര ബംഗ്ലാവിന്റെ മണൽ വിരിച്ച മുറ്റത്ത് ഒരു വണ്ടി ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് റോസമ്മ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയത്. അതൊരു പോലീസ് ജീപ്പാണെന്ന് കണ്ട് അവർ അമ്പരന്നു. ജീപ്പിൽ നിന്നും സബ് ഇൻസ്പെക്ടർ ഹരിശങ്കർ ഇറങ്ങി. ഹരിശങ്കർ കോളിംഗ് ബെൽ അമർത്തുന്നതിന് മുമ്പേ റോസമ്മ വാതിൽ തുറന്നു. സാറായിരുന്നു, കയറിയിരിക്കെ. മുഖത്തെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് റോസമ്മ പറഞ്ഞു. മിസ്റ്റർ ആന്റണി ഇല്ലേ? ഇല്ല, തോട്ടത്തിലേക്ക് പോയതാ. നിങ്ങളുടെ മകൻ ഡേവിഡ് എവിടെ? അകത്തുണ്ട്, വിളിക്കാം. റോസമ്മ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്പരന്ന മുഖവുമായി ഡേവിഡ് ഇറങ്ങി വന്നു. എന്താ സർ? അവൻ തിരക്കി. നീ എങ്ങനെയാണ് സോഫിയെ കൊന്നത്? ഓർക്കപ്പുറത്ത് ശങ്കറിന്റെ ചോദ്യം കേട്ട് ഡേവിഡും റോസമ്മയും ഞെട്ടിപ്പോയി. സർ, താങ്കൾ എന്താ അസംബന്ധമാണ് പറയുന്നത്? ഡേവിഡ് ചോദിച്ചു. എന്ത് സാറേ, ഇവൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ്, റോസമ്മ പറഞ്ഞു. നീ പല പ്രാവശ്യം ആ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നില്ലേ? ഒരു പ്രാവശ്യം അവളെ കയറി പിടിച്ചില്ലേ? ജെയിംസിനെ ഗുണ്ടകളെ കൊണ്ട് അടിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഡേവിഡിന് ഉത്തരമില്ലായിരുന്നു. അന്ന് ജീപ്പിൽ കാറ്, ബാക്കി സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡ് മടിച്ചു നിന്നു. ജീപ്പിൽ കയറടാ കോഴിവയുടെ മോനെ, ഹരിശങ്കർ അലറി. ഡേവിഡ് ചെന്ന് ജീപ്പിൽ കയറി. മുറ്റത്തെ മണൽത്തരികളെ ഞെരിച്ചുകൊണ്ട് ജീപ്പ് കുതിച്ചു. ജെയിംസിനെ ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ കാണാൻ ചെന്നപ്പോഴാണ് ആന്റണി മുതലാളി ജെയിംസിനെ തെന്നലക്കൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ജാമ്യത്തിലിറക്കിയ വിവരം അറിയുന്നത്. ആന്റണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പള്ളി ഭരിച്ചുകൊണ്ടിരുന്ന പോരെ, ഇതിലെന്താ കാര്യം? രോഷത്തോടെ മുതലാളി പറഞ്ഞു. തിരിച്ച് ബംഗ്ലാവിലെത്തിയ മുതലാളി ഡേവിഡിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതറിഞ്ഞ് ഞെട്ടി. വീട്ടിൽ പണം കഴിക്കുന്ന മരമുണ്ടെങ്കിൽ നീക്ക് എന്ത് തോന്നിയാസവും കാട്ടും, അല്ലടാ? ഹരിശങ്കർ ഡേവിഡിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. നിന്റെ ആഗ്രഹം സാധിച്ചു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ കഴുത്ത് ഞെരിച്ച് കൊന്ന് കയറ്റിലിട്ടു, അല്ലടാ പന്ന റാസ്കൽ. നീ എവിടെ വെച്ചാ കൃത്യം നടത്തിയത്? എന്റെ പൊന്ന് സാറേ, ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല. ഡേവിഡ് കൈകൂപ്പി. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ഹരിശങ്കർ വീണ്ടും ഡേവിഡിനെ അടിക്കാൻ കൈ ഉയർത്തി. വേണ്ട ഇൻസ്പെക്ടർ, എന്റെ മോൻ നിരപരാധിയാണ്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഇൻസ്പെക്ടറുടെ പിന്നിൽ ആലങ്കര ആന്റണി നിൽക്കുന്നത് കണ്ടു. താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. സോഫിയെ കാണാതായ അന്ന് രാത്രി മുഴുവൻ ഇവൻ വീട്ടിലുണ്ടായിരുന്നു. ഇനിയും എന്തൊക്കെ തെളിവ് വേണം? എല്ലാം ഞാൻ തരാം. അവൻ ഇറക്കിയിട്. മിസ്റ്റർ, ഇത് പോലീസ് സ്റ്റേഷനാണ്, തന്റെ സംബന്ധപരയല്ല. ഹരിശങ്കർ രോഷാകുലനായി. ഇൻസ്പെക്ടർ, താങ്കളെക്കാളും ഉയർന്ന റാങ്കുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആന്റണിയെ കളി പഠിപ്പിക്കല്ലേ? പെട്ടെന്ന് ഇൻസ്പെക്ടറുടെ മേശപ്പുറത്തിരുന്ന ഫോൺ ശബ്ദിച്ചു. ഹരിശങ്കർ റിസീവർ എടുത്തു. സർ? അതെ. ഓക്കെ സർ. ആ സംസാരം കേട്ടു നിന്ന ആന്റണിയുടെ ചുണ്ടിലേക്കൊരു പുഞ്ചിരി പാറി വന്നു. എന്താ സർക്കിൾ പറഞ്ഞത്? ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ആന്റണി പുഞ്ചിരിച്ചു. വിളിച്ചോണ്ട് പോടോ. ഹരിശങ്കർ ചൂടായി. ഓ, അതിന് തന്റെ ഓശാരം എനിക്ക് ആവശ്യമില്ല. വാടാ മോനെ. ആന്റണിയും ഡേവിഡും കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയി. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഒന്നും മനസ്സിലാകാതെ പകച്ചിരിക്കുന്ന കുട്ടിയെ പോലെയായിരുന്നു ഹരിശങ്കർ. സോഫിയുടെ അമ്മയെ കാണാൻ തന്നെ ഹരിശങ്കർ തീരുമാനിച്ചു. മകളുടെ അകാല മരണം ഏലിയമ്മയെ വീണ്ടും തളർത്തി കളഞ്ഞു.
ഹരിശങ്കറെ കണ്ട് ഏലിയാമ്മ കട്ടിലിൽ എണീറ്റിരുന്നു. എനിക്ക് സോഫിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ആമുഖം എന്നോണം അത്രയും പറഞ്ഞിട്ട് ഹരിശങ്കർ സ്റ്റൂളിലിരുന്ന് തൊപ്പിയൊരു മടിയിൽ വെച്ചു. സർ, ചോദിച്ചോളൂ. പരീക്ഷീണയായ ഏലിയാമ്മയുടെ ശബ്ദം. സോഫിയെ ജെയിംസ് കൊന്നതാണെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ പൊന്നു സാറ്, ജെയിംസ് എന്റെ മോളൊന്നും നുള്ളുക പോലുമില്ല. അവനായിരിക്കും എന്റെ മോളെ, ആ കാലമാട്. ഏലിയാമ്മയുടെ തൊണ്ടയിടറി. ആര്? ഹരിശങ്കർ ഉദ്വിഗ്നനായി. ഡേവിഡ്, ബംഗ്ലാവിലെ തലതെറിച്ച സന്തതി. എത്ര പ്രാവശ്യം എന്റെ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്നോട് അവൾ പരാതി പറയുമ്പോ ക്ഷമിക്കാൻ ഞാൻ പറയുമായിരുന്നു. വേറെ ഒരു രക്ഷയുമില്ലാഞ്ഞിട്ടാ എന്റെ മോളാ വീട്ടിൽ പണിക്ക് പോയത്. പക്ഷെ എന്റെ മോളെ അവൻ... ഏലിയമ്മ വിങ്ങിപ്പൊട്ടി. അപ്പോ സോഫിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാ? ജെയിംസോ ഡേവിഡോ? അവളൊന്നും പറഞ്ഞിരുന്നില്ലേ? എന്റെ സാറ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ജെയിംസ് ഒരിക്കലും അത് ചെയ്യില്ല. അപ്പോ ഡേവിഡ് ആയിരിക്കുമല്ലേ? എനിക്കറിയില്ല. മോളൊന്നും എന്നോട് പറഞ്ഞില്ല. കുറെ നാളായി അവൾ എങ്ങോട്ടും പോക്കില്ലായിരുന്നു. മിണ്ടാട്ടമില്ല, ഒറ്റയിരിപ്പ് തന്നെ. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞില്ല. മകൾ ഗർഭിണിയായെന്ന് അവളുടെ അമ്മയായി നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കണോ? സത്യമാ പറഞ്ഞത്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഏലിയാമ്മ വീണ്ടും വിങ്ങിപ്പൊട്ടി. അവർ പറയുന്നത് സത്യമായിരിക്കുമെന്ന് ഹരിശങ്കർ ഉറച്ചു. സോഫി ആ കാര്യം മറച്ചു വെച്ചിരിക്കും. രോഗിയായ അവർക്ക് യാതൊരു സൂചനയും കിട്ടിക്കാണുകയില്ല. ഡേവിഡ് നിരപരാധിയാണെന്ന് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി, ഹരിശങ്കർ പറഞ്ഞു. സാറേ, പണക്കാരുടെ ഭാഗത്തല്ലേ നീതിയും നിയമവും? കാൽ കാശിന് വകയില്ലാത്ത ഞങ്ങളെ പോലുള്ളവരെ രക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ? ഒരിക്കലും അല്ല. സോഫിയുടെ ഘാതകൻ ആരായിരുന്നാലും, എത്ര കൊലകൊമ്പന്മാരായിരുന്നാലും ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. വരട്ടെ. ക്യാപ്പ് എടുത്ത് തലയിൽ ഉറപ്പിച്ചുകൊണ്ട് ഹരിശങ്കർ എണീറ്റു. കയറ്റം കയറി പോലീസ് ജീപ്പ് വരുന്നത് ആദ്യം കണ്ടത് നരന്ത് നാണുവാണ്. എസ്റ്റേറ്റ് ബംഗ്ലാവിലെ പോർച്ചിൽ കിടന്ന ആൻഡ്രൂസിന്റെ ബൈക്ക് കഴുകുകയായിരുന്നു അവൻ. ആൻഡ്രൂ സാറെ, പോലീസ് ജീപ്പ് വരുന്നു. ബംഗ്ലാവിനകത്തേക്ക് പാഞ്ഞു ചെന്ന നാണു പറഞ്ഞു. ആൻഡ്രൂസ് തോട്ടത്തിലെ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. നാണു പറഞ്ഞപ്പോൾ സോഫിയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സബ് ഇൻസ്പെക്ടർ ഹരിശങ്കർ വരുന്നതായിരിക്കുമെന്ന് ആൻഡ്രൂസ് ഊഹിച്ചു. അവൻ കനത്ത ബുക്ക് അടച്ചു വെച്ച് എണീറ്റ് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് ബൈക്കിനടുത്തായി വന്നു നിന്നു. അതിൽ നിന്നും ഇൻസ്പെക്ടർ ഹരിശങ്കർ ഇറങ്ങി. വരണം സർ. ആൻഡ്രൂസ് ചിരിച്ചുകൊണ്ട് ഹരിശങ്കറെ അകത്തേക്ക് അനയിച്ചു. എന്ത് സർ, പതിവില്ലാതെ ഇതുവഴി? സ്വീകരണ മുറിയിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് ആൻഡ്രൂസ് തിരക്കി. അയാൾക്കെതിരെയുള്ള സീറ്റിൽ ഹരിശങ്കറും ഇരുന്നു കഴിഞ്ഞിരുന്നു. നിങ്ങളല്ലേ മിസ്റ്റർ ആൻഡ്രൂസ്, മഞ്ഞുവയൽ എസ്റ്റേറ്റ് മാനേജർ? ഹരിശങ്കർ തിരക്കി. അതെ സർ. നിങ്ങൾ വരച്ച സോഫി അറിയുമോ? അറിയും. എങ്ങനെ? ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ? അതോ? സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലാകാതെ ആൻഡ്രൂസ് തിരിച്ചു ചോദിച്ചു. താങ്കൾ പലപ്പോഴും സോഫിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലേ? അത്... ആൻഡ്രൂസ് ഒന്ന് പരിങ്ങി. മാത്രമല്ല, ജെയിംസുമായി താങ്കൾ വഴക്കടിച്ചില്ലേ? അത് സർ, പിന്നെ... ഒന്നും പറയണ്ട. സോഫിയുടെ മരണത്തിന് എനിക്ക് താങ്കളെ സംശയമുണ്ട്. വാട്ട് ഡു യു മീൻ സർ? യെസ്, ഐ മീൻ വാട്ട് ഐ സെഡ്. ആൻഡ്രൂസ്, സത്യത്തിൽ എന്താണ് ഉണ്ടായത്? സർ, സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല. ജെയിംസുമായി ഞാൻ വഴക്കടിച്ചിട്ടുണ്ടല്ലോ എന്നത് ശരിയാണ്. പക്ഷെ സോഫിയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. ആൻഡ്രൂസിന് പെൺകുട്ടികളൊരു വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഒരിക്കൽ രാധയുടെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ അനുജത്തിയെ ബംഗ്ലാവിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ജെയിംസ് ഇടപെട്ടു. അതിന്റെ പ്രതികാരമായി നിങ്ങൾ സോഫിയെ നശിപ്പിച്ചു. ഗർഭിണിയായ അവളെ നിങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊന്ന് കയറ്റിൽ താഴ്ത്തി. ഇതല്ലേ മിസ്റ്റർ ആൻഡ്രൂസ് സംഭവിച്ചത്? സർ, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? പരിഭ്രാന്തിയോടെ ആൻഡ്രൂസ് പുലമ്പി. രാധയുടെ കയ്യിൽ കയറി പിടിച്ചതും അനുപമയെ ബംഗ്ലാവിൽ കൊണ്ടുവന്നതും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ സോഫിയുടെ കാര്യം മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ നിരപരാധിയാണ്. ആൻഡ്രൂസ്, താങ്കളുടെ കൂടെ ആരാണ് ഇവിടെ ഉള്ളത്? ആന്റണി മുതലാളിയുടെ പണിക്കാരാണ്, വാസുവും നാണുവും. എങ്കിൽ അവരെ കൂടി ഒന്ന് വിളിക്കൂ. ആൻഡ്രൂസ് വിളിച്ചപ്പോൾ നാണു മാത്രമാണ് വന്നത്. വാസു ഇവിടെ? അവൻ ആലങ്കർ ബംഗ്ലാവിലേക്ക് പോയതാണ് സർ. ഹരിശങ്കർ നാണുവിനെയും ചോദ്യം ചെയ്തു. വിറച്ചുകൊണ്ടാണ് അവൻ മറുപടി പറഞ്ഞത്. പക്ഷെ ഒന്നും ആശാവഹമായ കാര്യങ്ങളായിരുന്നില്ല.
ഹരിശങ്കർ എണീറ്റ് കെയിൻ തിരിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ ആൻഡ്രൂസ്, ഞാൻ ഇനിയും വരും. ഒരുപക്ഷെ താങ്കളെ അറസ്റ്റ് ചെയ്യാനായിരിക്കും അത്. എന്റെ അനുമതി കൂടാതെ ഇവിടെ വിട്ടു പോകാൻ പാടില്ല. വരട്ടെ. ഹരിശങ്കർ ചെന്ന് ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അത് കുന്നിറങ്ങുന്നത് നാണവും ആൻഡ്രൂസും നോക്കി നിന്നു. ഇൻസ്പെക്ടർ ഹരിശങ്കറിന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. സോഫി കൊലക്കേസായിരുന്നു മനസ്സ് നിറയെ. ചേട്ടന് എന്തു പറ്റി? അയാളുടെ കൈയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സുനിത ചോദിച്ചു. ഒന്നും പറ്റിയില്ല. ആ സോഫി കേസ് എനിക്കൊരു തലവേദനയാണ്. തൊട്ടിലിൽ ഉറങ്ങുന്ന മോളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. കേസ് ഇനി രാവിലെ. നേരം ഒരുപാടായി, ഉറങ്ങാൻ നോക്ക്. ലൈറ്റ് അണച്ചുകൊണ്ട് സുനിത പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ചോദ്യം ചെയ്യണം, ഫാദർ ജോർജ് തെന്നലക്കിലിനെ. പള്ളിക്കയറിലെ പാട്ടുകാരിയായ സോഫിയെ കുറിച്ച് ഫാദർക്ക് എന്തെങ്കിലും വിവരം തരാൻ കഴിഞ്ഞാലോ? രാവിലെ തന്നെ അച്ഛനെ കാണണമെന്ന് ഹരിശങ്കർ ഉറച്ചു. പിറ്റേന്ന് ഹരിശങ്കർ പള്ളിമേടയിൽ എത്തുമ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിമുറിയുടെ മുറ്റത്ത് ജീപ്പ് നിർത്തി ഹരിശങ്കർ ഇറങ്ങി. എന്നിട്ട് വാതിലിൽ ഘടിപ്പിച്ചിരുന്ന മണിച്ചരടിൽ പിടിച്ചു വലിച്ചു. അകത്ത് ചെറിയ ശബ്ദത്തിൽ മണിനാദം. 1-2 മിനിറ്റുകൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. മുമ്പിൽ സുസ്മേരവദനായി ഫാദർ തെന്നലക്കൽ. ഇൻസ്പെക്ടറോ? കയറി വരൂ. ഞാൻ അല്പം കാപ്പി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ചെറുപുഞ്ചിരിയോടെ ഫാദർ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാം ഫാദർ. എങ്കിൽ 5 മിനിറ്റ്, ഞാൻ എത്തിക്കഴിഞ്ഞു. ഫാദർ അകത്തേക്ക് പോയി. ഹരിശങ്കർ ക്യാപ്പൂരി ടീപ്പോയുടെ പുറത്ത് വെച്ച് അവിടെ കിടന്ന ചില ക്രിസ്തീയ മാഗസിനുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫാദർ എത്തി. ഇൻസ്പെക്ടർ തനിച്ചിരുന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല ഫാദർ. ഹരിശങ്കറിനടുത്തായി അച്ഛൻ ഇരുന്നു. എന്താ പതിവില്ലാതെ ഇതുവഴി? എന്തു ചെയ്യാം ഫാദർ, ഞങ്ങളെ പോലുള്ളവരുടെ ജോലി അതായിപ്പോയില്ലേ. ആ ഫാദർ, ഞാൻ വന്നതേ മരിച്ച സോഫിയെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ആ കുട്ടി പള്ളിക്കയറിലെ പാട്ടുകാരിയായിരുന്നില്ലേ? അതെ. ജെയിംസും സോഫിയും തമ്മിൽ എങ്ങനെയായിരുന്നു? അച്ഛൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഹരിശങ്കർ അങ്ങനെ ഒരു ചോദ്യം തൊടുത്തുവിട്ടു. കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്നവർ. വീട്ടുകാർ അവരുടെ വിവാഹവും നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ ഫാദർ അർദ്ധോക്തിയിൽ നിർത്തി. സോഫിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഫാദറിന്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ല സ്വഭാവം, ദൈവഭക്തിയുള്ളവളായിരുന്നു ആ കുട്ടി. സോഫിയെ കുറിച്ച് വിവരങ്ങളൊക്കെ ഫാദർ അറിഞ്ഞല്ലോ. അവൾക്ക് മറ്റൊരു കാമുകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഫാദർ എന്തു പറയുന്നു? ഒരിക്കലും ഇല്ല. ആ കുട്ടിക്ക് ജെയിംസിനെ ജീവനേക്കാളേറെ ഇഷ്ടമായിരുന്നു. ഒരു ചോദ്യം കൂടി ഫാദർ, അവൾ മരിക്കുന്നതിന് മുമ്പ് ഫാദറിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സോറി ഇൻസ്പെക്ടർ, അവൾ എന്റെ അടുക്കൽ വന്ന് കുമ്പസരിച്ചിരുന്നു. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ സഭ അനുവദിക്കില്ലെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനാണെങ്കിൽ ഇല്ല, എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു വൈദികൻ കുമ്പസാര രഹസ്യം പരസ്യമാക്കാൻ പാടില്ല. ശരി ഫാദർ, ഞാൻ ഇറങ്ങുന്നു. പള്ളിമുറിയുടെ പുറത്തു വന്ന ഹരിശങ്കർ കപ്പേരി പാപ്പി തല വലിക്കുന്നത് കണ്ട് അയാളെ വിളിച്ചു. മുണ്ടിന്റെ മടിക്കുത്ത് അയച്ചുകൊണ്ട് വിറയലോടെ പാപ്പി ഹരിശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു. താൻ ആരാ? പള്ളിയിലെ കപ്പ്യാരാ, പേര് പാപ്പി. താൻ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടാൻ ശ്രമിച്ചത്? പാപ്പിയുടെ മുഖത്ത് ദൃഷ്ടി ഊന്നിക്കൊണ്ട് ഹരിശങ്കർ തിരക്കി. എന്റെ സാറേ, പണ്ടേ പോലീസ് എന്ന് കേട്ട എനിക്ക് പേടിയാ. അതിന് താൻ കുറ്റം വല്ലതും ചെയ്തിട്ടുണ്ടോ പേടിക്കാൻ? അതില്ല. താൻ മരിച്ചുപോയ സോഫി അറിയുമോ? അത് കേട്ടതും പാപ്പി ഒന്ന് പരിങ്ങി. അത് അറിയും. എങ്ങനെ അറിയും? എന്റെ സാറേ, ഈ പുല്ലൂരാമ്പാറയിലുള്ളവരെയൊക്കെ എനിക്കറിയാം, പ്രത്യേകിച്ച് സോഫിയെ. അവൾ പള്ളിയിലെ പാട്ടുകാരിയായിരുന്നു. ഓരോന്നിന്റെ വിധി. പാപ്പി പരിതപിച്ചു. അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? സത്യം പറയാമല്ലോ സാറേ, നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. ജെയിംസിന്റെയോ? ജെയിംസിനെ പോലെ വേറെ ഒരാളെ ഈ കരയിൽ കാണാൻ കിട്ടില്ല സാറേ. ആട്ടെ, അച്ഛനുമായി ഇവരെങ്ങനെയായിരുന്നു? പള്ളിക്കയറിൽ പാട്ടുകാർ എന്ന ബന്ധം മാത്രമേ ഉള്ളൂ അതോ? അതെ. അതേന്ന് പറഞ്ഞാൽ പള്ളിക്കയറിലെ പാട്ടുകാർ എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രം, അത്രമാത്രം? ഹരിശങ്കർ ഒന്നുകൂടി തറപ്പിച്ച് ചോദിച്ചു. അതെ, പക്ഷേ പാപ്പി തപ്പി തടഞ്ഞു. അത് മനസ്സിലാക്കിയ ഹരിശങ്കർ പറഞ്ഞു. വിക്കാതെ എന്താണെന്ന് തുറന്നു പറയൂ. ഏയ് ഒന്നുമില്ല സാറേ. അതല്ല, താൻ എന്തോ ഒളിക്കുന്നുണ്ട്. അതെന്താണ്? ഇല്ലെങ്കിൽ എനിക്കത് പറയിപ്പിക്കാൻ അറിയാം. അതിനൊരു ഭീഷണിയുടെ ധ്വനിയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ പാപ്പി ചുറ്റുപാട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പൊന്നു സാറേ, സോഫി കുഞ്ഞ് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പേ പള്ളിയിൽ ജോർജ് അച്ഛനെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് ഞാൻ മണിയടിക്കാൻ വേണ്ടി വരുമ്പോ എനിക്ക് ജീവിക്കണമെന്നില്ല ഫാദർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സോഫി ഇറങ്ങി വരുന്നത് കണ്ടു.
താൻ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ അച്ഛനോട് ആ കൊച്ചു എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഓഹോ, എന്റെ സാറേ, ഞാൻ ഈ പറഞ്ഞത് അച്ഛൻ അറിയില്ലേ? എന്റെ ജോലി പോവും, പാപ്പി പറഞ്ഞു. ഇല്ല, താൻ പൊയ്ക്കോ, ഇൻസ്പെക്ടർ ഹരിശങ്കർ കപ്പേരി പാപ്പിയോട് പറഞ്ഞു. താനും ഇൻസ്പെക്ടറും തമ്മിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടോ എന്ന് നോക്കിയിട്ട് പാപ്പി സ്ഥലം വിട്ടു. ഹരിശങ്കർ ഒന്ന് രണ്ട് നിമിഷം ആലോചിച്ചു നിന്നു. പാപ്പി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സോഫി എന്തിനാണ് എനിക്ക് ജീവിക്കണമെന്നില്ല ഫാദർ എന്ന് തെന്നക്കൽ അച്ഛനോട് പറഞ്ഞത്? ഒരുപക്ഷെ ഫാദറും സോഫിയും തമ്മിൽ... ഛേ, താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ജോർജ് അച്ഛനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഏതായാലും ഫാദറുമായി ഒരിക്കൽ കൂടി സംസാരിക്കണം. ഹരിശങ്കർ തിരിച്ചു വീണ്ടും പള്ളിമുറിയിലേക്ക് ചെന്നു. താങ്കൾ പോയില്ലേ? ഹരിശങ്കറിനെ കണ്ട് ഫാദർ തിരക്കി. ഇല്ല ഫാദർ, എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് സോഫി ഫാദറിനെ കാണാൻ വന്നിരുന്നല്ലേ? വന്നിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവൾ കുമ്പസരിക്കാനാണ് എന്റെ അടുക്കൽ വന്നത്. എനിക്ക് ജീവിക്കണമെന്നില്ല ഫാദർ എന്ന് പറഞ്ഞാണ് സോഫി പള്ളിമേടയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയത്. അതിനെക്കുറിച്ച് ഫാദർ എന്തു പറയുന്നു? തെന്നക്കലച്ചൻ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലെയായി. സോഫി അത് പറഞ്ഞു കരഞ്ഞത് എന്തിനാണെന്ന് പറയണമെങ്കിൽ അവൾ പറഞ്ഞ കുമ്പസാര രഹസ്യം മുഴുവനും വെളിപ്പെടുത്തണം. അതിന് തനിക്ക് കഴിയില്ല. പിന്നെ എന്തു ചെയ്യും? ഇൻസ്പെക്ടർ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുമ്പസാര രഹസ്യം പറയാൻ എനിക്ക് അധികാരമില്ല. ഫാദർ, ഒഴിഞ്ഞു മാറരുത്. എനിക്ക് സംശയത്തിന്റെ പേരിൽ താങ്കളെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണം! തെന്നിടയ്ക്ക് അച്ഛൻ അറിയാതെ പറഞ്ഞുപോയി. ഫാദർ, ഞാൻ ഇപ്പൊ പോകുന്നു. ഒരുപക്ഷെ വീണ്ടും വരും. അന്ന് താങ്കളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നാൽ അതിന് പോലും ഞാൻ മടിക്കില്ല. വരട്ടെ. ഹരിശങ്കർ പുറത്ത് പാർക്ക് ചെയ്യുന്ന ജീപ്പിൽ ചെന്ന് കയറി. ഫാദർ ജോർജ് തെന്നിടയ്ക്കൽ ഇതികർത്തിവതാമയുടനായി നിന്നുപോയി. ഫാദർ തന്റെ മുറിയിൽ ചിന്താഗ്രസ്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സംശയത്തിന്റെ പേരിൽ പോലീസ് തന്നെയും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക. ഫാദർ തെന്നലക്കൽ ചില തീരുമാനങ്ങളോടെ പിടഞ്ഞുണർന്നു. രാത്രി വന്നു. കപ്പേരി പാപ്പി സന്ധ്യാമണി അടിക്കാൻ പള്ളിമേടയിൽ വരുമ്പോൾ ആലോചന മഗ്നനായിരിക്കുന്ന അച്ഛനെയാണ് കണ്ടത്. അച്ഛന് എന്തു പറ്റി? പാപ്പി തിരക്കി. ഏയ്, ഒന്നുമില്ല, പാപ്പി പോയിക്കോളൂ. കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് പാപ്പി പോയി. രാത്രി കനത്തു. ഫാദർ എണീറ്റ് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ധരിച്ചിരുന്ന ലോഹ മാറ്റി പാൻസും ഷർട്ടും ധരിച്ചു. എന്നിട്ട് പള്ളിമുറിയുടെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. അച്ഛൻ പെൺടോർച്ചിന്റെ വെളിച്ചത്തിൽ കവലയിലേക്ക് നടന്നു. വഴി വിജനമായിരുന്നു. ആരും വരാത്തത് ഭാഗ്യമായി അച്ഛൻ കരുതി. തന്റെ യാത്രയെക്കുറിച്ച് ആരും അറിയരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. കുരിശുപള്ളി കവലയിലെത്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാലിയായ ഓട്ടോ വന്നു. അച്ഛൻ കൈ കാണിച്ച് ഓട്ടോ നിർത്തി. എങ്ങോട്ടാണ്? ഡ്രൈവർ തിരക്കി. തിരുവമ്പാടി, അച്ഛൻ പറഞ്ഞു. ഇരുട്ടായതിനാൽ ഡ്രൈവർക്ക് അച്ഛനെ മനസ്സിലായിരുന്നില്ല. ഓട്ടോ മുമ്പോട്ട് കുതിച്ചു. ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിന് മുമ്പിൽ എത്തിയപ്പോൾ ഓട്ടോ നിർത്താൻ അച്ഛൻ ആവശ്യപ്പെട്ടു. മീറ്ററിലുള്ള ചാർജ് നൽകി അദ്ദേഹം അവിടെ ഇറങ്ങി. ഓട്ടോ മുമ്പോട്ട് കുതിച്ചു. രാത്രി ആയതുകൊണ്ട് ബൂത്തിൽ അധികം തിരക്കില്ലായിരുന്നു. അച്ഛൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ ഉദ്ദേശിച്ച ആളെ തന്നെ ലൈനിൽ കിട്ടി. രാവിലെ 6:45 പള്ളിയിൽ കുർബാനയുണ്ട്. അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് തന്നെ കപ്പേരി പാപ്പി പള്ളിമേടയിൽ എത്തും. സാധാരണ പാപ്പി എത്തുമ്പോ അച്ഛൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. അന്നും അങ്ങനെയാണെന്നാണ് പാപ്പി കരുതിയത്. കുർബാനയ്ക്കുള്ള 1-ാം മണിയടിച്ച ശേഷമാണ് പാപ്പി പള്ളിയുടെ മുമ്പിൽ എത്തിയത്. മുറി പൂട്ടിക്കിടക്കുന്നു. ജനാലകളും അടഞ്ഞു കിടക്കുന്നു. അച്ഛൻ എവിടെ പോയി? പാപ്പി 1-2 പ്രാവശ്യം അച്ഛനെ വിളിച്ചു. സാധാരണ തന്നോട് പറയാതെ അച്ഛനെ എങ്ങും പോകാറില്ല. പിന്നെ എവിടെ പോയി? പാപ്പി ചുറ്റുപാട് ഓടി നടന്ന് അച്ഛനെ നോക്കി. ഇനി എന്തു ചെയ്യും? പാപ്പിക്ക് ഒരു ഊഹവും കിട്ടിയില്ല. പോലീസിൽ അറിയിച്ചാലോ? പാപ്പിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായി. അല്ലെങ്കിൽ വേണ്ട, കൂട്ടമണി അടിച്ച് ആളെ വിളിച്ചു കൂട്ടാം. ആളുകൾ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്താ വേണ്ടത്. പാപ്പി കൂട്ടമണി അടിച്ചു. രാവിലെ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് വരുന്നവരും അല്ലാത്തവരും പള്ളിമേടയിലെത്തി. എന്താ, എന്തുണ്ടായി? അച്ഛനെവിടെ? ആളുകൾ പാപ്പിയോട് തിരക്കി. അച്ഛനെ കാണാനില്ല, പാപ്പി പറഞ്ഞു. ജനങ്ങൾ അച്ഛനെ തിരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരാൾ അലറിക്കൊണ്ട് പാഞ്ഞു വന്നത്. എന്താ എന്താ? എല്ലാവരും ഞെട്ടലോടെ തിരക്കി. അയാൾ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ആളുകൾ അങ്ങോട്ട് പാഞ്ഞു. സെമിത്തേരിയിൽ എത്തിയവർ ഒരു നിമിഷം ഞെട്ടി പിന്നോട്ട് മാറി.
പള്ളിവക പണി തീർപ്പിച്ചിട്ട കല്ലറകളിലൊന്നിൽ ഫാദർ ജോർജ് തെന്നക്കലിന്റെ നിർജീവ ശരീരം കിടക്കുന്നു. വാർത്ത കൊടുങ്കാറ്റിനേക്കാൾ വേഗത്തിൽ ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. ജനം കൂട്ടത്തോടെ പള്ളിമേടയിലേക്ക് ഒഴുകി. DSP മുതൽ താഴേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഫാദർ തെന്നക്കൽ മരിച്ചുവെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശവശരീരത്തിൽ മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴുത്തിൽ എന്തോ വലിച്ചു മുറുക്കിയ കരുവാളിച്ച പാടുണ്ടായിരുന്നു. സോഫിയുടെ മരണമാണ് ഇൻസ്പെക്ടർ ഹരിശങ്കറിന് ഓർമ്മ വന്നത്. രണ്ടും ചെയ്തത് ഒരാൾ തന്നെ. അതിനർത്ഥം സോഫിയുടെ ഘാതകൻ തന്നെയാണ് ഫാദറിനെയും കൊന്നതെന്നാണ്. സോഫിയെ നശിപ്പിച്ചവനെ കുറിച്ച് അറിയാവുന്ന ഏകയാൾ ഫാദറാണ്. അവൻ തന്നെയായിരിക്കും അവളെ കൊന്നത്. ആ രഹസ്യം ഫാദറിൽ നിന്നും ചോരാതിരിക്കാൻ അവൻ അദ്ദേഹത്തെയും വധിച്ചു. ഹരിശങ്കർ തന്റെ നിഗമനങ്ങൾ മേലുദ്യോഗസ്ഥന്മാരെ ബോധിപ്പിച്ചു. തുടർന്നും കേസന്വേഷണം ഹരിശങ്കറിനെ തന്നെ ഏൽപ്പിച്ചു. ഫാദറിന്റെ മരണം അറിഞ്ഞ ജെയിംസ് കരയാൻ പോലും ആകാതെ തളർന്നിരുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർ രണ്ടും തന്നെ വിട്ടുപോയിരിക്കുന്നു. ഇതിനു മാത്രം എന്ത് പാപം താൻ ചെയ്തു? തൊണ്ട പൊട്ടി പള്ളിക്കയറിൽ പാടിയതുകൊണ്ടോ അതോ എല്ലാവരെയും സ്നേഹിച്ചതുകൊണ്ടോ? ജെയിംസിന് ഒന്നിനും ഉത്തരമില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫാദർ ജോർജ് തെന്നക്കലിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. സോഫിയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സൈമൺ തന്നെയാണ് ഫാദറെയും പോസ്റ്റ്മോർട്ടം ചെയ്തത്. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത്. രാത്രി 11-നും 12-നും ഇടയിലാണ് സംഭവം നടന്നിരിക്കാൻ സാധ്യത. റിപ്പോർട്ട് ഹരിശങ്കറിന് നൽകിക്കൊണ്ട് ഡോക്ടർ സൈമൺ പറഞ്ഞു. പഞ്ചായത്ത് മേരിയുടെ നേതൃത്വത്തിൽ പുല്ലൂരാംപാറയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപം കൊണ്ടു. അവർ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. സോഫിയുടെയും ഫാദർ ജോർജ് തെന്നക്കലിന്റെയും ഘാതകരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, കളക്ടർ തുടങ്ങിയവർക്ക് ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവനും ഒപ്പിട്ട നിവേദനം നൽകി. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പുകൊടുത്തു. പത്രങ്ങളും വാർത്താമാധ്യമങ്ങളും 2 കൊലപാതകങ്ങളെക്കുറിച്ച് വാർത്തകൾ ചമച്ചു. പോലീസ് നിഷ്ക്രിയരാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ CBI കൊണ്ടോ കേസ് അന്വേഷിക്കണമെന്ന് പത്രക്കാർ എഴുതി. സംശയാസ്പദമായി പലരെയും ഹരിശങ്കർ ചോദ്യം ചെയ്തു. പക്ഷേ ആശാവഹമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ സാധ്യതയുണ്ടെന്ന് ഹരിശങ്കറും വാർത്ത കേട്ടിരുന്നു. ലോക്കൽ പോലീസിന്റെ കഴിവിൽ ആർക്കും മതിപ്പില്ല. രാഷ്ട്രീയക്കാർ ഏർപ്പെടുന്നതുകൊണ്ട് പല കേസുകളും തേച്ചുമാച്ച് കളയേണ്ടി വരുന്നു. അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? തലപ്പത്ത് നിന്നും വിളിച്ചു പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അഥവാ അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓണം കേറാ മൂലയിലേക്ക് ട്രാൻസ്ഫർ. ഹരിശങ്കർ നിശ്വസിച്ചു. അടുത്ത ദിവസത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത അതായിരുന്നു. സോഫി വധവും ഫാദർ തെന്നക്കലിന്റെ വധവും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന്. സർക്കിൾ ഇൻസ്പെക്ടർ ഹരിശങ്കർ സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജീപ്പ് വന്ന് സ്റ്റേഷന് പുറത്തു നിന്നു. അതിൽ നിന്നും ആരോഗ്യ ദൃഢഗാത്രനായ ഒരു അപരിചിതൻ ഇറങ്ങി. സ്കൈ ബ്ലൂ നിറത്തിലുള്ള പാൻസും ചെക്ക് ഷർട്ടുമായിരുന്നു ആഗതന്റെ വേഷം. ഇൻസ്പെക്ടർ അല്ലേ? പാറാവ് നിന്ന പോലീസുകാരനോട് അദ്ദേഹം തിരക്കി. ഉണ്ട്, ഒന്ന് കാണണം. അതും പറഞ്ഞ് ആഗതൻ അകത്തേക്ക് കയറി. ഹാഫ് ഡോർ തുറന്ന് അദ്ദേഹം ഹരിശങ്കറിന്റെ ക്യാബിനിൽ കടന്നു. ഗുഡ് മോർണിംഗ് ഹരിശങ്കർ, ആഗതൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്, മനസ്സിലായില്ല. ഹരിശങ്കർ അപരിചിതനെ നോക്കി. ഐ ആം CB തോമസ്, ക്രൈം ബ്രാഞ്ച് SP. സോറി സർ, മനസ്സിലായില്ല. ഓൾറൈറ്റ്, താങ്കൾ ഇരിക്കൂ, നേരിയ പുഞ്ചിരിയോടെ CB പറഞ്ഞു. അദ്ദേഹം പോക്കറ്റിൽ നിന്നും ഒരു വിൽസ് നേവി കട്ടിന്റെ പാക്കറ്റ് എടുത്ത് തുറന്ന് ഒരു സിഗരറ്റ് കടിച്ചെടുത്ത് ചുണ്ടിൽ വച്ചു. താങ്കൾ സ്മോക്ക് ചെയ്യുമോ? പാക്കറ്റ് നീട്ടിക്കൊണ്ട് തിരക്കി. ഉവ്വ് സർ, എങ്കിൽ ഒന്ന് എടുക്കൂ. നോ താങ്ക്സ് സർ. CB പാക്കറ്റ് സ്വന്തം പോക്കറ്റിൽ നിക്ഷേപിച്ച് സിഗാർ ലൈറ്റർ എടുത്ത് സിഗരറ്റിന്റെ തുമ്പിൽ മുട്ടിച്ചു. ഹരിശങ്കർ ക്രൈംബ്രാഞ്ച് SP അടിമുടി വീക്ഷിക്കുകയായിരുന്നു. ഏറിയാൽ 35 വയസ്സ് പ്രായം, 6 അടിയോളം ഉയരം, ബലിഷ്ഠമായ ശരീരം. ഷർട്ടിന് പുറമെ കൈകളിലെ മസിലുകൾ ഉരുണ്ടു കളിക്കുന്നത് കാണാം. ആളൊരു ജിംനാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. CB തോമസ് ഒരു പുകയെടുത്ത് നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് പറത്തിക്കൊണ്ട് പറഞ്ഞു. മിസ്റ്റർ ഹരിശങ്കർ, സോഫി വധവും ഫാദർ തെന്നക്കലച്ചന്റെ വധവും അന്വേഷിക്കുന്നത് ഞാനാണ്. താങ്കളാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകൾ 24 മണിക്കൂറുകൾക്കകം എനിക്ക് കിട്ടണം. ഓഫ് കോഴ്സ് സർ. ഹരിശങ്കർ, താങ്കൾ ഈ സ്റ്റേഷനിൽ എത്തിയിട്ട് എത്ര വർഷമായി? 2 വർഷമായി സർ. ഗുഡ്. അപ്പോൾ ഇവിടുത്തെ ആളുകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാകുമല്ലോ? ഉവ്വ്.
ഇവിടം എങ്ങനെ? ഐ മീൻ ക്രിമിനലുകൾ? ഞാൻ ഇവിടെ വന്ന ശേഷം ഇത് ആദ്യത്തെ സംഭവമാണ് സാറേ. ഇവിടെ ഉള്ളത് പാവം കുറെ കർഷകരാണ്. താങ്കളുടെ അന്വേഷണത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിന്റെ കുറ്റി തറയിലിട്ട് ഷൂസ് കൊണ്ട് ഞെരിക്കുന്നതിനിടയിൽ സിബി തിരക്കി. രണ്ടുപേരെ സംശയമുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തു. പക്ഷെ അവർ നിരപരാധികളാണെന്ന് തോന്നുന്നു. പിന്നെ ആരായിരിക്കും കുറ്റവാളിയെന്ന് താങ്കൾക്ക് വല്ല ഊഹവും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റില്ല സർ. ഹരിശങ്കർ, ഞാൻ ഹോട്ടലിൽ സീഷലിലാണ്. റിപ്പോർട്ടുകൾ താങ്കൾ അവിടെ എത്തിക്കണം. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്റെ തുടക്കം. മനസ്സിലായോ? യെസ് സർ. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഈ കേസിന് തുമ്പുണ്ടാകുന്നത് വരെ താങ്കളുടെ സഹായവും എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ? തീർച്ചയായും സർ. സിബി തോമസ് പോകാൻ എണീറ്റു. ഹരിശങ്കർ അറ്റൻഷനായി. അദ്ദേഹം വാതിൽക്കലെത്തിയതും പറവുകാരൻ നോക്കി. അയാൾ തൂക്കു ഉയർത്തിപ്പിടിച്ച അറ്റൻഷനായി. സിബിയുടെ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി പാറി വന്നു. ജീപ്പ് കടലിൽ നിന്ന് മറഞ്ഞപ്പോൾ കുട്ടമ്പിള്ള തിരക്കി. ഇയാളാണോ സാറേ ക്രൈംബ്രാഞ്ചിലെ വീരശൂര പരാക്രമി സിബി തോമസ്? താൻ പോടൂ. ദേഷ്യത്തോടെ ഹരിശങ്കർ അകത്തേക്ക് പോയി. അന്ന് വൈകുന്നേരം തന്നെ തന്റെ അന്വേഷണ റിപ്പോർട്ടുമായി ഹരിശങ്കർ ഹോട്ടലിലെത്തി സിബി തോമസിനെ കണ്ടു. പ്രധാന പോയിന്റ്സുകളൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഫയല് വാങ്ങിക്കൊണ്ട് സിബി ചോദിച്ചു. ഇല്ല സർ. ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോൾസെങ്കിലും കാണുമെന്നാണ് ചൊല്ല്. അറിയാം സർ. ഹരിശങ്കർ മരിച്ച സോഫിക്ക് ഒരു കാമുകനുണ്ടായിരുന്നല്ലോ? അതെ സർ, ജെയിംസ്. അവൻ ആളെങ്ങനെ? സോഫിയുടെ മരണായിരുന്നു. അതായത് ഇരു വീട്ടുകാരും നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ബന്ധം അംഗീകരിച്ചിരുന്നു. അവനെ ചോദ്യം ചെയ്തില്ലേ? ഉവ്വ് സർ, അവനെല്ലാം പറഞ്ഞു. പക്ഷെ ജെയിംസ് നിരപരാധിയാണ്. ശരി, നാളെ ഞാൻ അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യം ജെയിംസിനെ കാണണം. അതിനു മുമ്പ് ഈ ഫയൽ മുഴുവനും നോക്കണം. ഞാൻ ഇറങ്ങട്ടെ സർ. തീർച്ചയായും. ഹരിശങ്കർ യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് കയ്യിൽ ഫയലുമായി സിബി മുറിയിൽ കയറി വാതിലടച്ചു. ഫയൽ തുറന്ന് അതിലൂടെ കണ്ണുകൾ ഓടിച്ചു. ആ റിപ്പോർട്ടുകൾ നന്നായി പഠിച്ച ശേഷമാണ് സിബി ഉറങ്ങാൻ കിടന്നത്. നാളെ ആദ്യം കാണേണ്ടത് ജെയിംസിനെ. വേലിക്കൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ട് ജെയിംസ് പറമ്പിൽ നിന്നും ജീപ്പിനടുത്തേക്ക് ചെന്നു. ജീപ്പിൽ നിന്നും സിബി തോമസ് ഇറങ്ങി. ആരാ? മനസ്സിലായില്ല. ജെയിംസ് പറഞ്ഞു. ഞാൻ സിബി തോമസ്, ക്രൈംബ്രാഞ്ച് SP. ഇവിടെ നടന്ന 2 കേസുകളും അന്വേഷിക്കുന്നത് ഞാനാണ്. വരൂ സർ, വീട്ടിലേക്ക് കയറിയിരിക്കാം, വിനയത്തോടെ ജെയിംസ് പറഞ്ഞു. ചുറ്റുപാട് നിരീക്ഷിച്ച് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ ഉരച്ച് അതിൽ മൂട്ടിൽ മുട്ടിച്ചുകൊണ്ട് സിബി നടന്നു. ഇരിക്കൂ സർ. തിണ്ണയിൽ കിടന്ന ഒരു കസേര പൊടി തട്ടിക്കൊടുത്ത് ജെയിംസ് പറഞ്ഞു. ഇരിക്കാം. അതിനു മുമ്പ് ഇവിടെ ആരൊക്കെയുണ്ട്? അവരെ വിളിക്കൂ, സിബി പറഞ്ഞു. എന്റെ ചാച്ചനും അമ്മയും ഒരു സഹോദരനുണ്ട്. അവളെ വിവാഹം കഴിച്ചയച്ചു. ജെയിംസും സിബിയും സംസാരിക്കുന്നത് കേട്ട് മത്തായിയും സാറാമയും ഇറങ്ങി വന്നു. സിബിക്ക് ജെയിംസ് അവരെ പരിചയപ്പെടുത്തി. അവർ വിനയാന്യതരായി. ജെയിംസ്, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ശരി സർ. ജെയിംസും സിബി തോമസും പറമ്പിലേക്ക് ഇറങ്ങി. അവിടെയുള്ള പാറക്കൂട്ടങ്ങളിൽ സിബി ഇരുന്നു. ജെയിംസ് ഇരിക്കൂ. വലിച്ചു തീർന്ന സിഗരറ്റ് എറിഞ്ഞുകൊണ്ട് സിബി പറഞ്ഞു. മടിച്ചു മടിച്ച് അദ്ദേഹത്തിനടുത്തായി ജെയിംസ് കാൽ നീട്ടി വെച്ചിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി തരണം. തരാം സർ. സോഫിയെ ആരാണ് കൊന്നതെന്ന് ജെയിംസിന് വല്ല ഊഹവും ഉണ്ടോ? ഇല്ല സർ. ശരിക്കൊന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ല സർ, അവൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നെ ഡേവിഡെയും ആൻഡ്രൂസിനെയും സംശയമുണ്ടെന്ന് ഇൻസ്പെക്ടർ ഹരിശങ്കറിനോട് താങ്കൾ പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല സർ. അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഉപദ്രവം? പറയാം സർ. ഹരിശങ്കറിനോട് പറഞ്ഞ അതേ കഥ തന്നെ ജെയിംസ് സിബിയോടും പറഞ്ഞു. കഥ കേട്ട് സിബി കുറച്ചു നേരം ആലോചിച്ചിരുന്നു. അപ്പോ സോഫി ജെയിംസിൽ നിന്നാകുന്നത് ക്രിസ്തുമസ് രാത്രിക്ക് ശേഷമാണല്ലേ? സിബി ചോദിച്ചു. അതെ സർ. അതിനുശേഷമാണ് അവൾ മാറിയത്. പഴയ സോഫിയെ അല്ലായിരുന്നു. അപ്പോൾ അന്ന് രാത്രി സോഫിക്ക് എന്തോ സംഭവിച്ചിരുന്നു. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒരു റേപ്പ്, അല്ലെങ്കിൽ അവളുടെ സമ്മതത്തോടു കൂടി ഒരു ശാരീരിക ബന്ധം, അല്ലേ? സിബി ജെയിംസിനെ തറച്ചു നോക്കി. സർ, അതെനിക്കറിയില്ല, അവൻ പറഞ്ഞു. ജെയിംസ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സോഫി 3 മാസം ഗർഭിണിയാണെന്ന് പറയുന്നു. നിങ്ങൾ അവളെ ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്തിയിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ആ രാത്രിയിൽ ആരോ അവളെ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ, അല്ലേ? മറ്റൊരു സിഗരറ്റ് എടുത്തുകൊണ്ട് സിബി പറഞ്ഞു. അത് സത്യമായിരിക്കുമെന്ന് ജെയിംസിന് തോന്നി. കാരണം അവൾ നശിച്ചതിന് ശേഷമാണ് തന്നെ കാണരുതെന്ന് പറഞ്ഞത്. അത് ക്രിസ്തുമസ് രാത്രിക്ക് ശേഷമാണ്. അല്ലെങ്കിൽ സോഫിക്ക് മറ്റൊരു കാമുകനുണ്ടായിരിക്കണം.
ഉവ്വോ. സിബി ജെയിംസിന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല സർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവൾക്ക് എന്നെ ജീവനായിരുന്നുവെന്ന്. ജെയിംസിന്റെ തൊണ്ടയിടറി. ഇമോഷണൽ ആവല്ലേ ജെയിംസ്. സിബി ആ സിഗരറ്റിനും ലൈറ്റർ കൊണ്ട് നാളം പകർന്നു. അവർക്കിടയിൽ മൗനം തളം കെട്ടി. സിബിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീഴുന്നതും മായുന്നതും ജെയിംസ് കണ്ടു. അദ്ദേഹം എന്തോ ആലോചനയിലാണെന്ന് അവന് തോന്നി. ജെയിംസ്, ക്രിസ്തുമസ് രാത്രിയിൽ താങ്കൾ സോഫിയെ അവളുടെ വീട്ടിലെത്തിച്ചു എന്നല്ലേ പറഞ്ഞത്? അല്ല സർ, വീടിന് താഴെ ഇടവഴിയിൽ നിന്ന് ടോർച്ചടിച്ച് കാണിച്ചു. അവൾ വീട്ടുമുറ്റത്ത് കയറിയപ്പോഴാണ് ഞാൻ തിരിച്ചു പോയത്. സോഫിയുടെ അമ്മ വീട്ടിലില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോ ജെയിംസ് പോയതിനു ശേഷമായിരിക്കണം ആരോ ഒരാൾ, ആരാണെന്ന് ഇപ്പൊ നമുക്കറിയില്ല, സോഫിയെ നശിപ്പിച്ചത്. ഒരുപക്ഷെ അവൻ സോഫി വരുന്നതും പ്രതീക്ഷിച്ച് കാത്തു നിന്നതാവും. ഗാർഡനെതിരെയിലാണ്ട് കിടന്ന അവളുടെ അമ്മ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? എനിക്കും അറിയില്ല സർ. ഇനി എനിക്ക് കാണേണ്ടത് സോഫിയുടെ അമ്മയാണ്. ജെയിംസും എന്റെ ഒപ്പം വരണം. വരാൻ സർ. 2 മിനിറ്റ് കൊണ്ട് ജെയിംസ് ധരിച്ചിരുന്ന ഷർട്ടും ലുങ്കിയും മാറ്റി വേറെ ധരിച്ചു. പോകാം ജെയിംസ്. സിബി തോമസ് ജീപ്പിൽ കയറി. പിന്നിൽ ജെയിംസും. ജീപ്പ് സോഫിയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. സോഫിയുടെ വീടിനടുത്തായി ജീപ്പ് നിന്നു. ജെയിംസും സിബി തോമസും ഇറങ്ങി. അമ്മച്ചി. വീടിന്റെ തിണ്ണയിൽ കയറിക്കൊണ്ട് ജെയിംസ് വിളിച്ചു. ആരാ? അകത്തു നിന്നും ഏലിയാമ്മയുടെ ശബ്ദം കേട്ടു. ഞാനാ അമ്മച്ചി, ജെയിംസ്. അവൻ പറഞ്ഞു. മോനാണോ? ഏലിയാമ്മ പ്രാഞ്ചി പ്രാഞ്ചി ഇറങ്ങി വന്നു. അവരെ കണ്ടാൽ ഒരു പടുവൃദ്ധയായതുപോലെ തോന്നുമായിരുന്നു. സോഫിയുടെ മരണം ഏലിയാമ്മയ്ക്കേറ്റ ആഘാതമായിരുന്നു. ആരാ മോനെ നിന്റെ കൂടെ? സിബിയെ നോക്കിക്കൊണ്ട് ഏലിയാമ്മ ചോദിച്ചു. ഇദ്ദേഹമാണ് അമ്മച്ചി, സോഫിയുടെ കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സാറ്. അവൻ പറഞ്ഞു. എന്താണ് സാറേ? ചോദിക്ക. എന്റെ മോള് പോയി. ഇനി എന്ത്? ഏലിയാമ്മയിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉതിർന്നു. അമ്മച്ചി, കുറ്റവാളികൾ ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ക്രിസ്തുമസ് രാത്രിക്ക് ശേഷമാണ് സോഫിയിൽ മാറ്റങ്ങൾ തുടങ്ങിയത് അല്ലേ? സിബി തിരക്കി. ഏലിയാമ്മ എന്തോ ആലോചിച്ചു. അമ്മച്ചി ഓർത്തു നോക്കിയിട്ട് പറഞ്ഞാ മതി. സിബി പറഞ്ഞു. അതെ സർ, അതിനുശേഷമാണ് അവൾ ആകെ മാറിയത്. നേരത്തെ ആഹാരം കഴിക്കില്ല, മുറി അടച്ചകത്തിരിക്കും, ബംഗ്ലാവിന് പോകാതായി, ചിലപ്പോഴൊക്കെ തേങ്ങിക്കരയും. എന്തു പറ്റിയെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ഓർമ്മയിൽ നിന്നും ഓരോന്നും ചികഞ്ഞുകൊണ്ട് ഏലിയാമ്മ പറഞ്ഞു. സോഫി അന്ന് രാത്രിയിൽ വന്നത് അമ്മച്ചി ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അവൾ എന്നെ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. ആകെ വിയർത്തു വിളറിയ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അസാധാരണമായി അമ്മച്ചിക്ക് എന്തെങ്കിലും തോന്നിയോ? ഇല്ല. പക്ഷെ അവളുടെ പുറത്തും മുടിയിലും മണ്ണ് പറ്റിയിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, മോളെ ഇത് എന്തു പറ്റിയെന്ന്. ഞാൻ ഇങ്ങോട്ട് കയറും വഴി ഒന്ന് വീണതാ അമ്മച്ചിയെന്ന് അവൾ പറഞ്ഞു. ഓഹോ, രാത്രിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? സോഫിയുടെ മുറിയിൽ നിന്നും ഏങ്ങലടിച്ച് കരയുന്നത് കേട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. അമ്മച്ചിക്ക് തോന്നിയതായിരിക്കുമെന്ന് അവൾ പറഞ്ഞു. പ്രായമായതുകൊണ്ട് എനിക്ക് ചെവിക്ക് നല്ല കേൾവിയില്ല സാറേ. ഞാൻ നേരായിരിക്കുമെന്നും കരുതി. ആട്ടെ, സോഫിയെ കാണാതായ എന്ന് എന്തെങ്കിലും സംഭവങ്ങൾ, അതായത് ആരെങ്കിലും സോഫിയെ അന്വേഷിച്ചു വന്നിരുന്നോ? ഇല്ല. പക്ഷെ അന്ന് വൈകുന്നേരം അവൾ ആലങ്കര ബംഗ്ലാവിൽ പോയിരുന്നു. ഹരിശങ്കറിന്റെ റിപ്പോർട്ടിൽ റോസമ്മ പറഞ്ഞത് സോഫി ക്രിസ്തുമസിന് ശേഷം ബംഗ്ലാവിൽ ചെന്നിട്ടില്ലെന്നാണ്. എന്നാൽ ഏലിയാമ്മ പറയുന്നത് സോഫിയെ കാണാതായ അന്ന് വൈകുന്നേരം അവൾ ബംഗ്ലാവിലേക്ക് പോയെന്നാണ്. സിബി ചില കണക്കുകൂട്ടലുകൾ നടത്തി. എപ്പോഴാണ് സോഫി ബംഗ്ലാവിൽ നിന്ന് തിരിച്ചു വന്നത്? സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് അവൾ തിരിച്ചു വന്നു സാറേ. പിന്നെ രാവിലെ അവളെ കണ്ടില്ല അല്ലേ? അതെ. അമ്മച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ എന്ന് ചോദിച്ചാ, ബംഗ്ലാവിലെ ഡേവിഡ് എന്റെ മോളെ പല പ്രാവശ്യം ശല്യം ചെയ്തിട്ടുണ്ട് സാറേ. പക്ഷെ അതുകൊണ്ട് അവൻ കുറ്റം ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മച്ചി. ജെയിംസ് പറഞ്ഞ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് സിബി പറഞ്ഞു. അമ്മച്ചി സമാധാനപ്പെട്. അത്രയും പറഞ്ഞ് സിബി എണീറ്റു. ജെയിംസ്, പോകാം. പോട്ടെ അമ്മച്ചി, ജെയിംസ് പറഞ്ഞു. സിബിയോടൊപ്പം ജെയിംസും ജീപ്പിൽ കയറി. സോഫിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഫാദറിന്റെ കൊലപാതകവും നടന്നിരിക്കുന്നതെന്ന് ഹരിശങ്കറിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സിബി തോമസ് ഊഹിച്ചു. ജെയിംസ്, നമുക്ക് പള്ളിമേട് വരെ പോകണം, കപ്പ്യാരെ ഒന്ന് കാണണം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ അന്വേഷണം നിർത്താം. മേടയിലേക്കുള്ള വഴി ജെയിംസ് പറഞ്ഞു കൊടുത്തു. അവർ പള്ളിമേടയിൽ എത്തുമ്പോൾ ഫാദർ മാത്യു പുല്ലന്തറയോടൊപ്പം കപ്പ്യാര് പാപ്പിയും ഉണ്ടായിരുന്നു. ജോർജച്ചന്റെ മരണശേഷം വന്ന പുതിയ വികാരിയാണ് ഫാദർ മാത്യു പുല്ലന്തറ. 60 വയസ്സ് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്.
തലയുടെ ഇരുഭാഗത്ത് മാത്രം നരച്ച ഏതാനും രോമങ്ങൾ, മുഖത്ത് കട്ടി ഫ്രെയിമുള്ള ഗ്ലാസ്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, കൈകൂപ്പിക്കൊണ്ട് സിബി പറഞ്ഞു. അച്ഛൻ സ്തുതി മടക്കിയിട്ട് പറഞ്ഞു, മനസ്സിലായില്ല. ഞാൻ സിബി തോമസ്, ക്രൈംബ്രാഞ്ച് SP. ഇവിടെ നടന്ന മരണങ്ങൾ അന്വേഷിക്കുന്നത് ഞാനാ. അത് കേട്ട് പാപ്പി ഒന്ന് ഞെട്ടി. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. അച്ഛൻ അവരെ പള്ളിമുറിയുടെ അകത്തേക്ക് ആനയിച്ചു. ഇരിക്ക്, അദ്ദേഹം പറഞ്ഞു. ഇതായിരിക്കും പാപ്പി അല്ലേ? സിബി പാപ്പിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ സാറേ, വിറച്ചുകൊണ്ട് പാപ്പി പറഞ്ഞു. എനിക്ക് പാപ്പിയോട് അല്പം സംസാരിക്കാനുണ്ട്. വരൂ, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. പേടിയോടെ അച്ഛനെ നോക്കിയിട്ട് പാപ്പി സിബിയുടെ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി. പാപ്പി എങ്ങനെയാണ് അച്ഛനെ കൊന്നത്? സിബി ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ സാറേ, ഞാനല്ല. പാപ്പി ഞെട്ടിപ്പോയി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ പാപ്പി, പേടിച്ചു പോയോ? സിബി ചിരിച്ചുകൊണ്ട് പാപ്പിയുടെ തോളിൽ തട്ടി. കട്ടോന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്നവരാ പോലീസ്. അതുകൊണ്ടാണ് പാപ്പി വരച്ചത്. അച്ഛന്റെ കൊലപാതകം തന്റെ തലയിൽ കെട്ടിവെക്കുമോ എന്ന് പാപ്പി ഭയന്നുപോയി. അച്ഛൻ സാധാരണ പുറത്തു പോകുമ്പോ പാപ്പിയോട് പറയാറുണ്ടല്ലോ. സിബി വിഷയത്തിലേക്ക് വന്നു. ഉവ്വ് സർ, സാധാരണ അങ്ങനെയാണ്. അച്ഛൻ മരിച്ചതിന്റെ തലേന്ന് പാപ്പി ഇവിടെ ഇല്ലായിരുന്നു. സാറേ, രാത്രി ഞാൻ വീട്ടിൽ പോകും, പിന്നെ രാവിലെയാ വരാറ്. അന്ന് അച്ഛൻ പാപ്പിയോടൊന്നും പറഞ്ഞില്ല? ഇല്ല. ഹരിശങ്കർ വന്ന് അച്ഛനുമായി സംസാരിച്ച ശേഷം അദ്ദേഹം എപ്പോഴും എന്തോ ആലോചനയിലായിരുന്നു. സോഫി മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ കാണാൻ വന്നിരുന്നില്ലേ? അതെ. എന്തു പറഞ്ഞുകൊണ്ടാണ് അവൾ ഓടിയത്? എല്ലാം ഹരിശങ്കർ പറഞ്ഞ് സിബി അറിഞ്ഞിട്ടുണ്ടെന്ന് പാപ്പിക്ക് തോന്നി. എനിക്കിനി ജീവിക്കണമെന്നില്ല ഫാദർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് സോഫി ഇറങ്ങിപ്പോയത്. പാപ്പി എപ്പോ എന്തെടുക്കുമായിരുന്നു? ഞാൻ സന്ധ്യാമണി അടിക്കാൻ വന്നതാണ്. അച്ഛനെ കാണാഞ്ഞ് പള്ളിക്കകത്ത് കയറി നോക്കിയപ്പോഴാണ് സോഫി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടത്. അവൾ എന്തിനാ കരഞ്ഞതെന്ന് താങ്കൾ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ അച്ഛനൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഹരിശങ്കറിന്റെ റിപ്പോർട്ടിൽ ഫാദർ പറഞ്ഞിരിക്കുന്നത് സോഫി കുമ്പസരിക്കാൻ വേണ്ടിയാണ് വന്നതെന്നാണ്. ആ കുമ്പസാര രഹസ്യം ഫാദർ പുറത്തുവിടുമെന്ന് കരുതിയാണ് കൊലയാളി അദ്ദേഹത്തെ വധിച്ചത്. അപ്പോ സോഫി പറഞ്ഞത് അവൾ നശിച്ചതിനെ കുറിച്ചാവും. ഞാൻ നശിച്ചു, ഇനി ജീവിക്കണമെന്നില്ല ഫാദർ എന്നാകും അവൾ പറഞ്ഞിരിക്കുക. അവസാനത്തെ വാക്കുകൾ മാത്രം കേട്ട് പാപ്പി തെറ്റിദ്ധരിച്ചിരിക്കാം. സിബി തോമസ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. പാപ്പിക്ക് കൂടുതലൊന്നും അറിയില്ലെന്ന് സിബിക്ക് തോന്നി. അച്ഛൻ എപ്പോഴെങ്കിലും ഫോൺ കോൾ വല്ലതും വന്നിരുന്നോ? ഇല്ല. ആലോചിച്ചുകൊണ്ട് പാപ്പി പറഞ്ഞു. ശരി, പാപ്പി പോയിക്കോളൂ. അത് കേട്ടപ്പോഴാണ് പാപ്പിക്ക് ശ്വാസം നേരെ വീണത്. അന്നത്തെ കേസന്വേഷണം മതിയാക്കി സിബി തോമസ് തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് ജെയിംസിനെ അദ്ദേഹം ഇറക്കി വിട്ടിരുന്നു. രാത്രി കെട്ടുപിണഞ്ഞ ചിന്തകളുമായി സിബി സിഗരറ്റ് കത്തിച്ചു. ഹരിശങ്കറിന്റെ റിപ്പോർട്ടും തമ്മിൽ കണക്ട് ചെയ്ത് അദ്ദേഹം ചിന്തിച്ചു. ഇനി കാണാനുള്ളത് ഡേവിഡിനെ. മരിക്കുന്നതിന് തലേന്ന് സോഫി ബംഗ്ലാവിൽ ചെന്ന കാര്യം എന്തിനായിരിക്കും അവർ ഒളിപ്പിച്ചു വെച്ചത്? സിബി ആലോചിച്ചു. രാവിലെ ആലങ്കര ആന്റണി കാറിൽ കയറി എങ്ങോട്ടോ പോകാൻ വേണ്ടി ഗേറ്റിലെത്തിയതും സിബി തോമസിന്റെ ജീപ്പ് മുമ്പിൽ. ആലങ്കര ആന്റണി അല്ലേ? ഞാൻ സിബി തോമസ്, ക്രൈംബ്രാഞ്ച് SP. സിബി പറഞ്ഞു. എന്താ സർ? ഡോർ തുറന്ന് പുറത്തിറങ്ങി ആദരവോടെ ആന്റണി തിരക്കി. താങ്കളുടെ മകൻ ഡേവിഡ് ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. എനിക്ക് അവനെ ഒന്ന് ചോദ്യം ചെയ്യണം. എന്തിനാ സർ? ആവശ്യമുണ്ട്. താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ അല്പം കഴിഞ്ഞു പോകാം, സിബി പറഞ്ഞു. ആന്റണി തലകുലുക്കി. പുറത്തേക്ക് പോയ ആന്റണിയും പിന്നാലെ ഒരു അപരിചിതനും ബംഗ്ലാവിലേക്ക് വരുന്നത് ടെറസിൽ നിന്ന് നീതു കാണുന്നുണ്ടായിരുന്നു. അവൾ താഴേക്ക് ചെന്നു. എവിടെ ഡേവിഡ്? വിളിക്കൂ, സിബി പറഞ്ഞു. മോനെ ഡേവി, ആന്റണി വിളിച്ചു. എന്താ ഡാഡി? അവൻ തന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ഈ സാറിന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് ആന്റണി പറഞ്ഞു. സിബിയെ കണ്ട് ഡേവിഡ് ഞെട്ടി. ഡേവിഡ് ആന്റണി അല്ലേ? അവനെ നോക്കിക്കൊണ്ട് സിബി തോമസ് നാടകീയമായി ചൂടുകൾ വെച്ചു. അതെ സർ. എന്താ? അല്പം പരിഭ്രമത്തോടെ ഡേവിഡ് തിരക്കി. പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം. ഒരു സോഫിയെ ഡേവിഡ് അറിയുമോ? അറിയും സർ. തറക്കുന്നതിലെ സോഫിയല്ലേ? അവൾ ഇവിടുത്തെ പണിക്കാരിയായിരുന്നു. പെട്ടെന്ന് അവൻ പറഞ്ഞു. ഗുഡ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം, സിബി പറഞ്ഞു. സർ ഇരിക്കൂ. ഒരു ചെയർ നീക്കിയിട്ടുകൊണ്ട് ആന്റണി പറഞ്ഞു. താങ്ക് യു. സിബി ചെയറിലിരുന്നു. സോഫിയുടെ മരണത്തെക്കുറിച്ച് അറിയാനാണ് ക്രൈംബ്രാഞ്ച് SP വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. റോസമ്മയും നീതുവും അങ്ങോട്ട് വന്നു.
റോസമ്മയുടെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഡേവിഡ് എന്തിനാണ് പഠിക്കുന്നത്? സിഗരറ്റ് കത്തിച്ചുകൊണ്ട് സിബി തിരക്കി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അവൻ പറഞ്ഞു. നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ നീ കമന്റ് അടിക്കും അല്ലേ? അത് സർ. പിന്നെ അവൻ പരുങ്ങി. സോഫി എങ്ങനെയാണ് മരിച്ചത്? കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് പറയുന്നത് കേട്ടു. അപ്പോ കേട്ടതേ ഉള്ളൂ, നിനക്കറിയില്ല അല്ലേ? അയ്യോ സർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നീ ഒരിക്കൽ സോഫിയുടെ കയ്യിൽ കയറി പിടിച്ചതല്ലേ? വിളിച്ചു പോവാൻ തുടങ്ങി അവളെ ആരോടെങ്കിലും പറഞ്ഞ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ? അത് ഡേവിഡ് വിയർക്കാൻ തുടങ്ങി. പിന്നെ നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് പള്ളിയിൽ നിന്ന് വരുന്ന ജെയിംസിനെയും സോഫിയെയും ആക്രമിച്ചില്ലേ? നരന്ത് നാണുവിനെയും ഉടുമ്പുവാസനെയും കൂട്ടി നീ ജെയിംസിനെ അടിച്ചില്ലേ? ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സിബി ഒരു കവൾ പുകയെടുത്തു. ഡേവിഡിന് അതിനൊന്നും ഉത്തരമില്ലായിരുന്നു. സിബി വന്നിരിക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. ക്രിസ്തുമസ് രാത്രിയിൽ എന്താണ് ഉണ്ടായത്? തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. സിബി അവന്റെ പുരുകങ്ങൾക്കിടയിൽ ദൃഷ്ടി ഊന്നിക്കൊണ്ട് പറഞ്ഞു. ആന്റണിയും റോസമ്മയും നീതുവും എല്ലാം സിബിയുടെ വാക്കുകൾ കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു. സാർ എന്താണ് ഈ പറയുന്നത്? അവൻ പള്ളിയിൽ കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം കാറിലാണ് ബംഗ്ലാവിലേക്ക് മടങ്ങിയത്, ആന്റണി പറഞ്ഞു. അതെ സർ. റോസമ്മയും ശരിവെച്ചു. സോഫി മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നില്ലേ? കൃത്യമായി പറഞ്ഞാൽ സോഫിയെ കാണാതായ ആ രാത്രിക്ക് മുമ്പുള്ള വൈകുന്നേരം. സിബി റോസമ്മയുടെ നേർക്ക് നോക്കി. വന്നിരുന്നു, ഞെട്ടലോടെ റോസമ്മ പറഞ്ഞു. എന്നിട്ട് കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടറോട് ക്രിസ്തുമസിന് ശേഷം സോഫി ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? അത് ഡേവിഡ് 1-2 പ്രാവശ്യം അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ശരിയാണ്. സോഫി ഇവിടെ വന്ന വിവരം പോലീസ് അറിഞ്ഞ് എന്റെ മോനെ പിടിച്ചുകൊണ്ടുപോയാലൊന്ന് ഭയന്നാണ് ഞാൻ അവൾ വന്ന വിവരം മറച്ചു വെച്ചത്, റോസമ്മ പറഞ്ഞു. ഡേവിഡ് തന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഡാഡി പറഞ്ഞതാണ് സർ സത്യം. പള്ളിയിൽ കഴിഞ്ഞ് അവൾ ജെയിംസിനെ കാത്തു നിൽക്കുന്നത് കാറിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ കണ്ടത്. കാറിൽ എന്നോടൊപ്പം ഇവരുണ്ടായിരുന്നു. ഡേവിഡ് പിന്നീട് ഒരിക്കലും ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയാൻ ഇടവരുത്തരുത്. അതിനുശേഷം സിബി നീതുവിനെയും റോസമ്മയെയും ചോദ്യം ചെയ്തു. പക്ഷെ അവർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു കാര്യം ഇരുവരും പറഞ്ഞത് ഒന്നുപോലെയായിരുന്നു. സോഫി പാവവും നല്ലവളുമായിരുന്നുവെന്ന്. സോഫി അന്ന് ഇവിടെ വന്നപ്പോ, അതായത് അവൾ അവസാനമായി വന്നതെന്ന് ഇവിടെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? ചോദ്യം റോസമ്മയോടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മൂത്തമോൾ ഡെയ്സിയും ഭർത്താവ് പീറ്ററും മോളും ഉണ്ടായിരുന്നു, റോസമ്മ പറഞ്ഞു. അവർക്ക് എവിടെ താമസിക്കുന്നു? തിരുവമ്പാടിയിൽ വാടക വീട്ടിലാണ്. പീറ്ററിന് അവിടെ തന്നെ ബിസിനസ്സാണ്. ആന്റണിയാണ് അത് പറഞ്ഞത്. ഞാൻ ഇനിയും വരും, അപ്പോ വീണ്ടും കാണാം. ഇറങ്ങട്ടെ. എണീറ്റുകൊണ്ട് സിബി പറഞ്ഞു. ആന്റണി ജീപ്പിനടുത്ത് വരെ സിബിയെ അനുഗമിച്ചു. നിങ്ങളുടെ മാനേജർ ആൻഡ്രൂസ് ഇപ്പൊ എവിടെയുണ്ട്? സിബി തിരക്കി. അവൻ മഞ്ഞുവേല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഉണ്ടാവും സർ. എനിക്ക് അവനെ കൂടി ഒന്ന് കാണണം. സിബി ജീപ്പിൽ കയറി. ആന്റണി എസ്റ്റേറ്റിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. വളഞ്ഞു വളഞ്ഞ റോഡിലൂടെ ജീപ്പ് കുതിച്ചു. ഓ, അവൻ പേടിപ്പിച്ചു കളഞ്ഞു, ഡേവിഡ് പറഞ്ഞു. ഞാനും പേടിച്ചുപോയി. നീ എന്തൊക്കെ പുലിയാലുണ്ടാകുമോ ഈശ്വര. തലയിൽ കൈവച്ചുകൊണ്ട് റോസമ്മ പറഞ്ഞു. അധികം വൈകാതെ ആ സാറ് കൊലപാതകൾ കണ്ടെത്തും. നീതു അത് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. സിബിയുടെ ജീപ്പ് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോൾ നരന്ത് നാണു ഒഴിച്ചു കൊടുക്കുന്ന മദ്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ്രൂസ്. ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ ആൻഡ്രൂസ് പറഞ്ഞു. മുതലാളിയായിരിക്കും, ചെന്ന് നോക്ക്. ഉടുമ്പുവാസു എണീറ്റു. കാല് നിലത്തുറയ്ക്കുന്നില്ല. അവൻ വാതിൽക്കൽ എത്തും മുമ്പ് സിബി തോമസ് അകത്തേക്ക് കയറി. ആൻഡ്രൂസ് ആരാ? സിബി തിരക്കി. ഉടുമ്പ് കൈ ചൂണ്ടി. ആരാടാ? ആൻഡ്രൂസ് തിരക്കി. ഞാനാണേ, സിബി പറഞ്ഞു. നീയോ? നീ ആരാടാ? ദേഷ്യത്തോടെ ആൻഡ്രൂസ് തിരക്കി. നിന്റെ അമ്മയുടെ നായര്, സിബി പറഞ്ഞു കഴിഞ്ഞതും ചവിട്ടേറ്റ് മദ്യക്കുപ്പികൾ തകർത്തുകൊണ്ട് ആൻഡ്രൂസ് തറയിലേക്ക് വീണു. അത്രയ്ക്കായോ? മുരണ്ടുകൊണ്ടവൻ ചാടി എണീറ്റു. നിങ്ങൾ പിടിച്ചോ, അയാൾ സിബിയെ അടിച്ചു. ആ അടി വിദഗ്ധമായി തടുത്തിട്ട് സിബി അവന്റെ കർണത്തൊന്നു കൊടുത്തു. അടി കൊണ്ട് ആൻഡ്രൂസ് കറങ്ങി താഴെ വീണു. സിബി അവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഉയർത്തി. ആ രംഗം കണ്ട് നരന്തും ഉടുമ്പും ഓടി രക്ഷപ്പെട്ടു. നീ എങ്ങനെയാടാ സോഫിയെ കൊന്നത്? സിബി അവനെ സോഫയിലേക്ക് തള്ളിയിട്ടു. അപ്പോഴാണ് ആൻഡ്രൂസിന് തോന്നിയത് വന്നയാൾ പോലീസാണെന്ന്. ക്രൈംബ്രാഞ്ച് SP അന്വേഷണം തുടങ്ങിയ വിവരം അവൻ കേട്ടിരുന്നു. സർ ക്ഷമിക്കണം, ആളറിയാതെ അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് സമാധാനം പറയണം. SP മുരണ്ടു.
എനിക്കൊന്നും അറിയില്ല സർ, ഞാൻ നിരപരാധിയാണ്. അവൻ കൈകൂപ്പി. മോനെ, നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നീയല്ലേ ഫാദറിനെ കൊന്നതും? സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ സോഫിയെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? അത് പക്ഷേ ഒരു പക്ഷേമില്ല. സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് നല്ലത്. സിബി ഒരു സിഗരറ്റ് കത്തിച്ചു. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ സർ? ക്രിസ്മസ് രാത്രിയിൽ നീ അവളെ നശിപ്പിച്ചില്ലേ? ഇല്ല ഇല്ല, അവൻ പുലമ്പി. പക്ഷെ അന്ന് രാത്രി പള്ളിയിൽ നിന്ന് നീ പള്ളി കഴിയുന്നതിന് മുമ്പ് പോകുന്നുവെന്ന് ഡേവിഡ് പറഞ്ഞുവല്ലോ. സിബിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആൻഡ്രോസ് വീണു. അദ്ദേഹം ആൻഡ്രൂസിനെ കുഴയ്ക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. സർ, ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല, സത്യം പറയാം, ആൻഡ്രൂസ് പറഞ്ഞു തുടങ്ങി. ക്രിസ്തുമസിന്റെ അന്ന് രാത്രി ആൻഡ്രൂസ് പള്ളിമുറ്റത്ത് നിൽക്കുമ്പോ സോഫിയും ജെയിംസും വരുന്നത് കണ്ടു. അവൻ അല്പം മാറി നിന്നു. കൊയറിൽ പാടുന്നത് കണ്ട് ഇരുവരും നേരത്തെ പള്ളിയിലെത്തി. ആളുകൾ വരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളി കഴിഞ്ഞ് സോഫിയെ തനിച്ചൊന്ന് കാണണം, ആൻഡ്രൂസ് ഉറച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആലങ്കര ബംഗ്ലാവിലെ ആന്റണി, റോസമ്മ, ഡേവിഡ്, നീതു തുടങ്ങിയവർ കാറിൽ പള്ളിയിലെത്തി. ആൻഡ്രൂസിനെ കണ്ട് ഡേവിഡ് അടുത്തേക്ക് വന്നു. എപ്പോഴെത്തി? ഡേവിഡ് തിരക്കി. 10 മിനിറ്റായി, അവൻ പറഞ്ഞു. വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് കാറിൽ വരാമായിരുന്നല്ലോ. ഓ, ഞാൻ അല്പം നേരത്തെ ഇങ്ങ് പോന്നു. അല്ല, അളിയനും ചേച്ചിയും വന്നില്ലേ? വന്നു. മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചേച്ചി വന്നില്ല. ചേച്ചിക്ക് കൂട്ടായി അളിയനും അവിടെ ഇരുന്നു. രാവിലെ വരാമെന്ന്. എന്താ അളിയനുമായി? ഡേവിഡ് ചിരിച്ചു. ഏയ്, ഒന്നുമില്ല. അതല്ല, വെള്ളക്കമ്പനിയല്ലേ, രാത്രി കുപ്പി പൊട്ടിക്കാമെന്ന് പറഞ്ഞു കാണും. ഇല്ല, കാണാത്തത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ചു സമയത്തിനുള്ളിൽ പള്ളിയിൽ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. ആൻഡ്രൂസ് ഡേവിഡിന്റെ അടുത്താണ് നിന്നിരുന്നത്. പള്ളിയിലെ ചടങ്ങുകൾ പകുതിയായപ്പോൾ ആൻഡ്രൂസിനെ കണ്ടില്ല. അവൻ എവിടെ പോയി? ഡേവിഡ് ചുറ്റും നോക്കി. പള്ളിയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ഡേവിഡിന്റെ കണ്ണുകൾ ആൻഡ്രൂസിനെ തേടി. പക്ഷെ അവനെ കണ്ടെത്തിയില്ല. ആ സമയം പള്ളിയിൽ നിന്നിറങ്ങിയ ആൻഡ്രൂസ് ആരും കാണാതെ ഇരുളിന്റെ മറപറ്റി സോഫിയും ജെയിംസും പോകുന്ന വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഇരവഞ്ഞിപ്പുഴ കഴിഞ്ഞതും ഒരു രൂപം എതിരെ വരുന്നത് കണ്ട് ആൻഡ്രൂസ് വഴിയരിയിലേക്ക് മാറി നിന്നു. ഈ അസമയത്ത് ആരായിരിക്കും അത്? ഇരുളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആൻഡ്രൂസ് ചിന്തിച്ചു. ബംഗ്ലാവിൽ നിന്നുള്ള വഴിയാണ് ആ രൂപം നടന്നു വരുന്നതെന്ന് ആൻഡ്രൂസ് കണ്ടു. അടുത്തെത്തിയപ്പോൾ അയാൾക്ക് ആളെ മനസ്സിലായി. പഞ്ചായത്ത് മേരി. ഇവൾ ഈ പാതിരാത്രിയിൽ എവിടെ പോയി? ആൻഡ്രൂസിന് ഒരു ഊഹവും കിട്ടിയില്ല. അവൾ കടന്നുപോയി കഴിഞ്ഞ് ആൻഡ്രൂസ് മുമ്പോട്ട് നടന്നു. അപ്പോൾ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ബംഗ്ലാവിലുള്ളവർ പള്ളിയിൽ കഴിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു. ആൻഡ്രൂസ് ഒരു മരത്തിന് മറിഞ്ഞു. ബംഗ്ലാവിലെ കാർ അയാളെ കടന്നുപോയി. സോഫിയുടെ വീടിന് താഴെയുള്ള ഇടവഴിയിൽ ആൻഡ്രൂസ് പതുങ്ങിയിരുന്നു. ജെയിംസിന്റെ കൂടെ അവന്റെ അമ്മയും സഹോദരിയും ഉള്ളതുകൊണ്ട് സോഫി തനിച്ചായിരിക്കും വരിക. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജെയിംസും സോഫിയും വരുന്നത് കണ്ട് ആൻഡ്രൂസ് ചലം വിട്ടു. ജെയിംസിനെ ആൻഡ്രൂസ് പ്രതീക്ഷിച്ചില്ല. തിരിച്ച് റോഡിലിറങ്ങിയ ആൻഡ്രൂസിന്റെ തോളിൽ ആരോ പിടിച്ചു. ഞെട്ടിത്തിരിഞ്ഞ ആൻഡ്രൂസ് ഡേവിഡിനെ കണ്ട് അമ്പരന്നു. നീയോ? എന്താ, വല്ലതും സാധിച്ചോ? നീ പള്ളിയിൽ നിന്ന് മുങ്ങിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇങ്ങോട്ടായിരിക്കുമെന്ന്. ഒന്നും നടന്നില്ല. കൂട്ടത്തിൽ ജെയിംസും ഉണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. നീ കാറിനല്ലേ വന്നത്? ഇവിടെ എത്തിയപ്പോ സൂത്രം പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി. ഡേവിഡ് ചിരിച്ചു. രാത്രി മെനക്കെട്ടത് മിച്ചം. വാ പോകാം, ആൻഡ്രൂസ് പറഞ്ഞു. ഇരുവരും ബംഗ്ലാവിലേക്ക് നടന്നു. എടാ ഡേവിഡ്, പഞ്ചായത്ത് മേരി രാത്രി എവിടെ പോയതാടാ? നീ കണ്ടോ? കണ്ടോന്ന്? കുറച്ചു മുമ്പ് ഇതുവഴി പോയി. എങ്കിൽ രാത്രി ബിസിനസ്സിന് ഇറങ്ങിയതായിരിക്കും. നീ വാ. പക്ഷെ ബംഗ്ലാവിൽ നിന്നുള്ള വഴിയാണ് അവൾ വന്നത്. ഞാൻ ഇന്ന് വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അളിയനും ചേച്ചിയും വീട്ടിലിരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്കും പള്ളിയിൽ പോകേണ്ടി വന്നു. കൊച്ചു വെള്ള, അങ്ങനെ വഴിക്ക് വാ. ഇരുവരും ബംഗ്ലാവിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവിടുന്ന് ആൻഡ്രൂസ് തനിച്ച് മഞ്ഞുവയലിലേക്കും. ഇതാണ് സാറ ഉണ്ടായത്, ആൻഡ്രൂസ് SP CB തോമസിനോട് പറഞ്ഞു. പിന്നീട് നീ സോഫിയെ കാണാൻ ശ്രമിച്ചില്ലേ? ഉവ്വ്, പക്ഷെ അപ്പോഴൊക്കെ ജെയിംസ് കൂടെ ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് മേരി പല പ്രാവശ്യം നിങ്ങളുടെ ഈ ബംഗ്ലാവിൽ വന്നിട്ടില്ലേ, നിന്നെയും ഡേവിഡിനെയും കാണാൻ? ഉണ്ട്. ചെറിയൊരു പിടിവള്ളി കിട്ടിയ മട്ടിൽ സിബി ഒന്ന് നിശ്വസിച്ചു. ക്രിസ്തുമസ് രാത്രിയിൽ പഞ്ചായത്ത് മേരി എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കണം. ഡേവിഡിനെ തിരക്കി വന്നതാണെങ്കിൽ ഏതായാലും അടുത്ത ലക്ഷ്യം മേരി. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഡേവിഡിനെ കാണണം. ആൻഡ്രൂസ് പറഞ്ഞത് ഒരു കള്ളക്കഥയായിക്കൂടെ? ചിലപ്പോ ഡേവിഡ് ആൻഡ്രൂസ് പോയി കഴിഞ്ഞ് സോഫിയെ. സിബി അങ്ങനെയും ചിന്തിച്ചു.
നിന്നെ ഇപ്പോ നീ വെറുതെ വിടുന്നു. എവിടെ നിന്റെ ഗുണ്ടകൾ? അവർ പേടിച്ച് രക്ഷപ്പെട്ടു സർ. അവന്മാരോട് പറഞ്ഞേക്ക് ഞാൻ ഇനിയും വരുമെന്ന്. സിബി ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഡേവിഡിനെ നാളെ കാണാം. മേരിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഹരിശങ്കറിനോട് പറയാം. സിബി ജീപ്പ് സ്റ്റേഷനിലേക്ക് വിട്ടു. സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സിബിയെ കണ്ട് ഹരിശങ്കർ സല്യൂട്ട് ചെയ്തു. എവിടെ വരെയായി സർ അന്വേഷണം? ഹരിശങ്കർ തിരക്കി. തുടങ്ങിയടുത്ത് തന്നെ നിൽക്കുന്നു. ആ ഹരിശങ്കർ, ഇവിടെ ഒരു മേരി ഉണ്ടല്ലോ, പഞ്ചായത്ത് മേരി. അവളുടെ പേരിൽ എന്തെങ്കിലും കേസ്? ഒരിക്കൽ എംഒറൽ ട്രാഫിക്കിന് പോലീസ് പിടിച്ചിട്ടുണ്ട്. മറ്റു കേസുകളൊന്നുമില്ല. അവൾ എങ്ങനെ? സർ, ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഐ സി. എനിക്കും അങ്ങനെ തോന്നി. പക്ഷെ അവൾ എടുത്ത മഹിളാ സമാജം പ്രസിഡന്റോ മറ്റോ ആണല്ലോ. അതൊക്കെ വലിയ വീട്ടിലെ കൊച്ചമ്മമാർ കാണിക്കുന്നത് പോലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വേലയാ സാറേ. ഹരിശങ്കർ, മേരിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തരണം. തീർച്ചയായും സർ. നാളെ ഹോട്ടലിൽ എത്തിക്കാം. വേണ്ട, രാവിലെ 10 മണിക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. സർ. ശരി ഹരിശങ്കർ, ഞാൻ ഇറങ്ങുന്നു. രാത്രി സിബി കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ എഴുതിയ ഫയലുകൾ അടച്ചു വെച്ച ശേഷം ഉറങ്ങാൻ കിടന്നു. വീട്ടിൽ നിന്നും വൈഫ് വിളിച്ചിരുന്നുവെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. എന്തിനായിരിക്കും? മോൾക്ക് എന്തെങ്കിലും? കുറെ സമയത്തേക്ക് സിബി തന്റെ കേസിനെ കുറിച്ച് മറന്ന് ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥനായി മാറി. രാവിലെ ഷൈനിയെ വിളിക്കണം. അതിനുശേഷം ഡേവിഡിനെ കാണണം. പിന്നെ സ്റ്റേഷനിൽ ചെന്ന് ഹരിശങ്കറെ കണ്ട് മേരിയെ കുറിച്ചുള്ള വിവരം ശേഖരിക്കണം. സിബി ബെഡ് ലാമ്പ് അണച്ചു. രാവിലെ കോളേജിൽ പോകാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഡേവിഡ് സിബി തോമസിന്റെ ജീപ്പ് കണ്ട് അമ്പരന്നു. ആന്റണി രാവിലെ എസ്റ്റേറ്റിൽ പോയിരുന്നു. സിബിയെ കണ്ട് റോസമ്മ ചോദിച്ചു, എന്താ സർ? ഡേവിഡിനെ വിളിക്ക്. സിബിയുടെ മുഖം ഗൗരവത്തിലായിരുന്നു. റോസമ്മ വിളിക്കുന്നതിന് മുമ്പ് കോളേജിൽ പോകാനുള്ള വേഷത്തിൽ ഡേവിഡ് ഇറങ്ങി വന്നു. സാറോ? അവൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു. എന്താ, ഈ വഴിക്ക് വരില്ലെന്ന് കരുതിയോ? ക്രിസ്തുമസ് രാത്രിയിൽ പള്ളിയിൽ കഴിഞ്ഞ് പുന്നാരമ്മ നിങ്ങളോടൊപ്പം കാറിലുണ്ടായിരുന്നല്ലേ? ഓർക്കാപ്പുറത്ത് ചാട്ടുളി പോലെ റോസമ്മയുടെ നേരെ സിബി ചോദ്യം അറിഞ്ഞു. അതെ സർ, ഒന്ന് പരിങ്ങിയിട്ട് അവർ പറഞ്ഞു. അപ്പോ ഇലന്തുകോടോ പാലത്തിന് സമീപം അവൻ ഇറങ്ങിയത് കാർ നിർത്താതെയാണോ? അതോ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? ഡേവിഡും റോസമ്മയും അത് കേട്ട് ഞെട്ടിപ്പോയി. ഒന്നും ഒളിക്കണ്ട, ആൻഡ്രൂസ് എല്ലാം പറഞ്ഞു. അതിൽ നിന്റെ പങ്കും. എങ്ങനെയാണ് നീ അവളെ ആക്രമിച്ചതെന്നു കൂടി പറഞ്ഞ എനിക്ക് എളുപ്പമായി. സിബി തന്റെ സന്തത സഹചാരിയായ വിൽസ് നേവിക്കട്ടിന് തീ കൊളുത്തി. സർ, എല്ലാം ഞാൻ പറയാം. ഇനി ഒന്നും ഒളിക്കുന്നില്ല. ഡേവിഡ് റോസമ്മയെയും നീതുവിനെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങളും ആൻഡ്രൂസ് പറഞ്ഞ കാര്യങ്ങളും ഒന്നു തന്നെയായിരുന്നു. അതിനർത്ഥം രണ്ടുപേരും പറഞ്ഞത് സത്യമാണെന്നാണ്. എങ്കിലും അത് പുറത്തു കാണിക്കാതെ സിബി ചോദിച്ചു, പഞ്ചായത്ത് മീരുമായി നിനക്കുള്ള ബന്ധം? അത് കേട്ടവൻ റോസമ്മയെയും നീതുവിനെയും നോക്കി. അത് മനസ്സിലാക്കിയ സിബി പറഞ്ഞു, അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് പറയാൻ കൊള്ളാത്ത ബന്ധമാണെന്ന് എനിക്കറിയാം. സാധാരണ പണക്കാരുടെ വീടുകളിൽ ഇത്തരം ബന്ധങ്ങൾ സാധാരണമാണ്. നീ തുറന്നു പറഞ്ഞോ? പഞ്ചായത്ത് മേരി ഇടയ്ക്കിടയ്ക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വരുന്ന കാര്യം ഡേവിഡ് പറഞ്ഞു. അത് കേട്ട് തല കുനിച്ച നീതു അകത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോ സിബി പറഞ്ഞു, നീ അത്ര നല്ലവളാകണ്ട. തോട്ടത്തിലെ ടാപ്പിങ്ങാറിന്റെ പുറകെ പ്രേമിക്കാൻ നടന്നവളല്ലേ? അത് കേട്ട് റോസമ്മയും ഡേവിഡും ഒന്നും മനസ്സിലാകാതെ പരസ്പരം മിഴിച്ചു നോക്കി. സിബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഒരു ചോദ്യം കൂടി. മരിക്കുന്നതിന് മുമ്പ് സോഫി ഇവിടെ വന്നല്ലോ, അതെന്തിനായിരുന്നു? ക്രിസ്തുമസിന് ശേഷം ഒരിക്കൽ പോലും ഈ വീട്ടിൽ വരാത്തവളാണ് സോഫി. പിന്നെ അന്നവൾ ഇവിടെ വരാൻ എന്താണ് കാരണം? സിബി റോസമ്മയോട് ചോദിച്ചു. അത് ഡേസിയും മോളും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്. മോളെ അവൾക്ക് ഇഷ്ടമായിരുന്നു. അത് പറയുമ്പോൾ റോസമ്മയുടെ മുഖത്തെ ഭാവമാറ്റം സിബി ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഒന്നുമില്ല, പെട്ടെന്ന് റോസമ്മ പറഞ്ഞു. സിബിയിൽ നിന്നും ഒരു കനത്ത മോളലായിരുന്നു അതിന് മറുപടി. ബംഗ്ലാവിൽ നിന്നും സിബി നേരെ പോയത് ഹരിശങ്കറിനെ കാണാനാണ്. സോഫിയുടെ കുറ്റവാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫാദറിന്റെ കുറ്റവാളിയും കുടുങ്ങും. പക്ഷെ ഇതുവരെ അതിനൊരു തുമ്പുമില്ല. റോസമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുമുണ്ട്. ആ മുഖം അതാണ് സൂചിപ്പിക്കുന്നത്. മനസ്സ് പായുന്നതിനിടയിൽ സ്റ്റേഷനിലെത്തിയത് സിബി തോമസ് അറിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് എസ് പി സിബി തോമസ് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ച് ഹരിശങ്കർ ഇരിപ്പുണ്ടായിരുന്നു. എന്തായി? സിബി തിരക്കി. എല്ലാം റെഡി സർ. ഹരിശങ്കർ ഒരു ഫയൽ സിബിക്ക് നൽകി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ ഫയലിലെ പേപ്പറുകളിലൂടെ ചലിച്ചു. ഇവൾ തനിച്ചാണല്ലേ താമസം? അതെ സർ. കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് ഭർത്താവ് ഇട്ടേച്ചു പോയി.
പിന്നെ അവൾക്ക് തോന്നിയതുപോലെയായി ജീവിതം. ഒരിക്കൽ ടൗണിലെ ലോഡ്ജിൽ നിന്നും ഇവളെ പോലീസ് പിടിച്ചിരുന്നു. ഏതോ ഒരു മാന്യൻ ഇടപെട്ട് കേസ് മായ്ച്ചു കളഞ്ഞു. മേരി എവിടെയാണ് താമസിക്കുന്നത്? ഞാനും കൂടെ വരാം സർ, ഹരിശങ്കർ പറഞ്ഞു. സിബിയും ഹരിശങ്കറും ഒന്നിച്ചാണ് മേരിയുടെ വീട്ടിലെത്തിയത്. യൂണിഫോമിലുള്ള ഹരിശങ്കറിനെ കണ്ട് മേരി ഒന്ന് അമ്പരന്നു. ഇതാരാ സാറേ കൂടെ? ഒരു മാദക ചിരി ചിരിച്ചുകൊണ്ട് മേരി ചോദിച്ചു. സോഫിയുടെ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ. അത് കേട്ട് മേരി ഒന്ന് നടുങ്ങി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ ചോദിച്ചു, സാറന്മാർ രണ്ടാളും എന്താ ഈ വഴി? നിനക്കൊരു പുതിയ സംബന്ധം ആലോചിക്കാനാ? അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത സിബി പറഞ്ഞ മറുപടി കേട്ട് ഹരിശങ്കറിന് ഉള്ളിൽ ചിരി വന്നു. നിനക്ക് ബംഗ്ലാവിലെ ഡേവിഡിനെ പരിചയമുണ്ടോ? സിബി തയ്യാറായി. ഉണ്ട് സർ. മാനേജർ ആൻഡ്രൂസിനെയോ? ഉണ്ട്. നീ മിക്കവാറും എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോകാറുണ്ടായിരുന്നല്ലേ? അതെ. ആൻഡ്രൂസും ഡേവിഡും അല്ലാതെ മറ്റാരെങ്കിലും അവിടെ? ഇല്ല. പരങ്ങളോടെയാണ് അവൾ പറഞ്ഞത്. നീ എപ്പോഴെങ്കിലും ആലങ്കര ബംഗ്ലാവിൽ പോയിരുന്നോ? ഇല്ല. മരിച്ച സോഫിയെ പരിചയമുണ്ടായിരുന്നോ? സ്വഭാവം എങ്ങനെ? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു സാറേ. ജെയിംസിനെ അറിയാമോ? അറിയാം. നീ അവനുമായി കമ്പനി ആയിരുന്നല്ലേ? അയ്യോ സാറേ, ദൈവദോഷം പറയരുതേ. സോഫിയുടെയും അച്ഛന്റെയും മരണത്തിന് പിന്നിൽ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ അന്ന് ലോഡ്ജിൽ റെയ്ഡ് നടത്തി പോലീസ് പിടിച്ചപ്പോ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ആരായിരുന്നു? അത് മേരി ഒരു നിമിഷം പതറി. പറയടി. സിബിക്ക് ദേഷ്യം വന്നു. പീറ്റർ കുരിശുങ്കൽ. അവൻ ആലങ്കര ആന്റണിയുടെ മകളുടെ ഭർത്താവല്ലേ? അതെ. നീയും അവനുമായുള്ള ബന്ധം? അത് മനസ്സിലായി. നിങ്ങൾ എവിടെ വെച്ചാണ് കാണാറ്? മിക്കവാറും ലോഡ്ജിൽ മുറിയെടുക്കും. മറ്റാർക്കെങ്കിലും അറിയാമോ? ഇല്ല. നന്നായി പണം തരുമല്ലേ? ആട്ടെ, ക്രിസ്തുമസ് രാത്രിയിൽ നീ ബംഗ്ലാവിൽ പോയിരുന്നില്ല അല്ലേ? അതെ സർ. അല്ല മോളെ, കള്ളം പറയുന്നു. നീ അന്ന് രാത്രിയിൽ ബംഗ്ലാവിൽ ചെന്നതിന് തെളിവുണ്ട്. സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. മേരി വിറച്ചുപോയി. സിബി എല്ലാം അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി സത്യം തുറന്നു പറയുന്നതാവും നല്ലത്. ക്രിസ്തുമസിന് 2 ദിവസം മുമ്പ് മേരി മഞ്ഞുവയൽ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വന്നു. ആൻഡ്രൂസും ഡേവിഡിന്റെ അബ്രഹാം അങ്കിളും അവിടെ ഉണ്ടായിരുന്നു. അങ്കിളിന് കുറെ നാളായി ഒരാശ. അത് നടത്തി കൊടുക്കാനാണ് ആൻഡ്രൂസ് മേരിയെ വരുത്തിയത്. കുറച്ചു സമയത്തിന് ശേഷം മേരി പോകാൻ തുടങ്ങുമ്പോഴാണ് ഡേവിഡ് ബംഗ്ലാവിലെത്തിയത്. മേരിയോ? അവൻ ആശ്ചര്യം കൂറി. അബ്രഹാം അങ്കിൾ ഡേവിഡിനെ കണ്ട് ചമ്മി. മോനെ, ആരും അറിയരുത്, അങ്കിൾ പറഞ്ഞു. ഇല്ല അങ്കിൾ, ധൈര്യമായി പോയിക്കോളൂ, ഒരു ചിരിയോടെ ഡേവിഡ് പറഞ്ഞു. അബ്രഹാം സ്ഥലം വിട്ടു. എന്റെ ആൻഡ്രൂസെ, നിനക്ക് എന്തിന്റെ കേടാ? കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവനൊക്കെയാണോ? ഡേവിഡ്, കിളവന്റെ ആഗ്രഹമല്ലേ? അങ്കിളിനെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ. അങ്ങേര് കാരണമാ എനിക്ക് ഈ ജോലി കിട്ടിയത്. അവൾ പോയോ? ഡേവിഡ് മേരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. മേരി ചേച്ചിയെ, നമ്മളെ മൈൻഡ് ചെയ്തിട്ട് കുറെ നാളായേ. അതിനെന്താ, ദേവിച്ചൻ ദിവസം പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം ചെയ്യാം, ക്രിസ്തുമസ് രാത്രിയിൽ എല്ലാവരും പള്ളിയിൽ പോകും. ഞാൻ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് പോകാതിരിക്കാം. മേരി വന്നാ മതി. വരാം, പക്ഷെ രാത്രിയിൽ ചാർജ് ഇരട്ടിയാ. അത് സാരമില്ല. എന്നാ ഞാൻ പോകട്ടെ. ശരി, പറഞ്ഞത് മറക്കല്ലേ. മേരിയും ഡേവിഡും സംസാരിച്ചത് ആൻഡ്രൂസ് കേൾക്കാതെയായിരുന്നു. ക്രിസ്തുമസ് രാത്രിയിൽ ഡേവിഡ് ഒഴിച്ച് എല്ലാവരും പള്ളിയിൽ പോയി കാണുമെന്ന ധാരണയിലാണ് മേരി ബംഗ്ലാവിലെത്തിയത്. മുകളിലത്തെ മുറിയിൽ മങ്ങിയ വെളിച്ചം കാണുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ സിറ്റൗട്ടിൽ കയറി വാതിലിൽ തട്ടി. ഡേവിച്ച പതുക്കെ വിളിച്ചു. അപ്പോൾ സ്വീകരണ മുറിയിലിരുന്ന മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് ഗ്ലാസ്സിൽ ഒഴിക്കുകയായിരുന്നു പീറ്റർ. ഡേയ്സിയും മോളും മുകളിൽ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് പീറ്റർ ചെന്ന് വാതിൽ തുറന്നു. ഡേവിഡ് ആയിരിക്കുമെന്ന് കരുതിയ മേരി പീറ്ററെ കണ്ട് ഞെട്ടിപ്പോയി. മേരി, നീയോ? പീറ്ററും അമ്പരന്നു. ശബ്ദമുണ്ടാക്കരുത്, അവൾ പറഞ്ഞു. ഡേവിഡ് എവിടെ? അവൾ തിരക്കി. അവൻ പള്ളിയിൽ പോയല്ലോ. പീറ്റർ ഉള്ളത് കൊണ്ടാവും ഡേവിഡ് പോയതെന്ന് മേരി ഊഹിച്ചു. നീ എന്താ ഇവിടെ? മേരി ഡേവിഡ് പറഞ്ഞ കാര്യം പീറ്ററിനോട് പറഞ്ഞു. അവന് നിന്റെ പറ്റുപിടുക്കാരനായോടി? പീറ്ററെ, ഞാൻ പോവട്ടെ. ഏതായാലും നീ വന്നതല്ലേ, വെറും കൈയോടെ പോകണ്ട. മദ്യം തലയ്ക്ക് പിടിക്കാൻ തുടങ്ങിയ അവൻ പറഞ്ഞു. വേണ്ട, മേരി ശബ്ദമുയർത്തി. പതുക്കെ, ഡെയ്സിയും മോളും മുകളിലുണ്ട്.
പീറ്റർ മന്ത്രിച്ചു. മേരി പുറത്തിറങ്ങി, പിന്നാലെ അവനും. വാതിൽ ചാടിയ ശേഷം പീറ്ററും മേരിയും കൂടി ഇലന്തുകടവ് പാലത്തിന് സമീപത്തേക്ക് നടന്നു. ഏത്തവാഴത്തോട്ടം ആ രാത്രിയിൽ അവർക്ക് മണിയറയായി. മേരി പോകാൻ തുടങ്ങിയപ്പോൾ പീറ്റർ പറഞ്ഞു, എന്റെ ഓഫീസിൽ വന്ന് പണം വാങ്ങിച്ചോണം. നീ സൂക്ഷിച്ചു പോണം. പള്ളി കഴിഞ്ഞ് ആളുകൾ വരാറായി. അവൾ തലകുലുക്കി. പീറ്റർ കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി. ഇരുളിൽ മറ്റൊരു ഇരുൾ പോലെ മേരി നടന്നകന്നു. വഴിക്ക് വെച്ച് അവളെ കണ്ട ആൻഡ്രൂസ് റോഡരികിലേക്ക് മാറി നിന്ന വിവരമൊന്നും മേരി അറിഞ്ഞിരുന്നില്ല. നീ തിരിച്ചു പോരുമ്പോ പീറ്റർ ബംഗ്ലാവിലേക്ക് പോയില്ലേ? കഥ കേട്ടുനിന്ന് സിബി ചോദിച്ചു. ഇല്ല സർ, മേരി പറഞ്ഞു. പണം നീ എപ്പോഴാണ് വാങ്ങിയത്? 2 ദിവസം കഴിഞ്ഞ് പീറ്ററിന്റെ ഓഫീസിൽ ചെന്ന്. അവന്റെ ഓഫീസ് എവിടെയാണ്? അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. എന്റെ അനുമതി കൂടാതെ നീ പുറത്തെങ്ങും പോകരുത്. പിന്നെ ഞങ്ങൾ വന്ന് നിന്നെ ചോദ്യം ചെയ്ത കാര്യവും ആരും അറിയരുത്. മനസ്സിലായോ? ആയി സർ. ഹരിശങ്കർ, നമുക്ക് പോകാം, സിബി പറഞ്ഞു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തിരിച്ചു പോരുമ്പോ സിബി ഹരിശങ്കറിനോട് തിരക്കി. പീറ്ററിനും ഈ കേസിൽ ബന്ധമുണ്ടെന്നാണ് എന്റെ നിഗമനം. ഗുഡ്. മേരി പോന്നതിന് ശേഷം പീറ്റർ സോഫിയെ കണ്ടെന്നിരിക്കാം. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, അല്ലേ? അതെ സർ. കാരണം പീറ്റർ നന്നായി മദ്യപിച്ചിരുന്നു. അതിന്റെ ലഹരിയിൽ സോഫിയെ അവൻ ആക്രമിച്ചിരിക്കാം. ഇനി അടുത്ത ലക്ഷ്യം പീറ്റർ. അതിനു മുമ്പ് ഹരിശങ്കർ ഒരു കാര്യം ചെയ്യണം. എന്താ സർ? ഹരിശങ്കർ സിബിയെ നോക്കി. സോഫി മരിക്കുന്നതിന് കുറെ ദിവസം മുമ്പ് മുതലുള്ള ഒരാഴ്ച ഫോൺ കോളുകൾ ഏത് നമ്പറിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അറിയണം. ബംഗ്ലാവിലേക്ക് വന്നിട്ടുള്ളതും ബംഗ്ലാവിൽ നിന്ന് വിളിച്ചിട്ടുള്ളതും. അറിയാം സർ. എക്സ്ചേഞ്ചിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്. താങ്കൾ സ്റ്റേഷനിലേക്കല്ലേ? എങ്കിൽ ഞാൻ അതുവഴി വരാം. സിബി തോമസ് ഹരിശങ്കറെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇറക്കിവിട്ട് ഹോട്ടലിലേക്ക് പോയി. മരിച്ചുപോയ സോഫിയുടെ വീടിനടുത്തായി ഒരു ടാക്സി കാർ വന്നു നിന്നു. അതിനു മുകളിലുള്ള 1-2 പെട്ടികൾ കയറുകൊണ്ട് ബന്ധിച്ചിരുന്നു. കാർ വരുന്ന വഴിക്ക് ചില തൊഴിലാളികൾ മാറി നിന്ന് പെറുപിറുത്തു. കാറിലിരിക്കുന്നവനെ കുറിച്ചായിരുന്നു അത്. കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് ഒരു അജാനുബാഹു ഇറങ്ങി. ഡ്രൈവർ കാറിന് മുകളിലേക്ക് കെട്ടഴിച്ച് പെട്ടികളെടുത്ത് താഴെ വെച്ചു. അയാൾ ടാക്സി കൂലി ഡ്രൈവർക്ക് കൊടുത്തു. ഡ്രൈവർ പണം എണ്ണി നോക്കി. കൊടുത്ത പണം കൂടുതലുണ്ടെന്ന മട്ടിൽ അയാൾ അപരിചിതനെ നോക്കി. ഇരിക്കട്ടെ, ചായ കുടിക്കാൻ അവൻ പറഞ്ഞു. ഡ്രൈവർ സന്തോഷത്തോടെ കാറിൽ കയറി. കാർ റിവേഴ്സിൽ കുറച്ചു ദൂരം ചെന്ന് തിരിഞ്ഞു പാഞ്ഞുപോയി. അയാൾ ചുറ്റുപാട് നോക്കിയ ശേഷം പെട്ടികളെടുത്ത് വേലി കടന്ന് വീടിന്റെ മുമ്പിലെത്തി. ഒരു നിമിഷം കുറെ ഓർമ്മകൾ അയാളെ പൊതിഞ്ഞു. അമ്മച്ചി, അവൻ വിളിച്ചു. ആരാ? അകത്തു നിന്നും ഏലിയാമ്മയുടെ ശബ്ദം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അമ്മച്ചി. ഇരുകൈകളിലും പെട്ടിയുമായി നിൽക്കുന്നയാൾ വീണ്ടും വിളിച്ചു. ജോസൂട്ടി, മോനെ ജോസ്. ഒരു തേങ്ങലോടെ ഏലിയാമ്മ മുമ്പോട്ട് കുതിച്ചു. വീഴും അമ്മച്ചി. ജോസൂട്ടി ഏലിയാമ്മയെ താങ്ങി. ജോസേ, നമ്മുടെ സോഫിമോൾ പോയടാ. മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏലിയാമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മച്ചിയെ ആശ്വസിപ്പിക്കാൻ അവന് വാക്കുകളില്ലായിരുന്നു. ജോസുട്ടിച്ചാൻ. എവിടെ നിന്നോ സോഫിയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. താൻ മിലിറ്ററിയിൽ പോയതിനു ശേഷം 3 പ്രാവശ്യമാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. തന്റെ കത്ത് കിട്ടിയാൽ താൻ വരുന്ന ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന സോഫി. തന്റെ പുന്നാരപ്പങ്ങൾ. അവളൊന്നില്ല. ജോസുട്ടിച്ചായ എന്ന ഈണത്തിലുള്ള ആ വിളി താൻ ഇനി ഒരിക്കലും കേൾക്കില്ല. അതോർത്തപ്പോൾ ജോസൂട്ടിയുടെ കണ്ണുകൾ ഈറനായി. നീ വാ മോനെ, ഏലിയാമ്മ പറഞ്ഞു. എനിക്ക് തീരെ വയ്യടാ. ജോസൂട്ടി തന്റെ പെട്ടികൾ എടുത്ത് വീടിനുള്ളിൽ കൊണ്ടുവന്നു വെച്ചു. സോഫി ഇല്ലാത്ത വീട്ടിൽ താനൊരു അന്യനാണെന്ന് അവന് തോന്നി. അവളുള്ളപ്പോൾ എപ്പോഴും പൊട്ടിച്ചിരിയും ബഹളവും. ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയിരുന്നു അവൾ. എന്താണ് അമ്മച്ചി ഉണ്ടായത്? ഡ്രസ്സ് മാറി ജോസൂട്ടി ഏലിയാമ്മയുടെ കട്ടിലിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും അറിയാൻ മേല കുഞ്ഞ്. ഇപ്പോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനെയും ആരോ കൊന്നു. നേരോ? ജോസൂട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. വരാൻ സാധിക്കുമെന്ന് കരുതി കത്ത് വായിച്ചു. പക്ഷെ വിചാരിച്ചതുപോലെ ലീവ് കിട്ടിയില്ല. സോഫിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. വേണ്ട, അവളുടെ ചിരിക്കുന്ന മുഖം മനസ്സിലുണ്ടല്ലോ, അത് മതി. നീ എന്തെങ്കിലും കഴിച്ചോ? ടൗണിൽ നിന്നും ഭക്ഷണം കഴിച്ചോ അമ്മച്ചി? ജെയിംസ് എവിടെയുണ്ട്? അവന്റെ വീട്ടിലുണ്ടാവും. പാവം, മോള് പോയതോടെ അവന് തകർന്നു പോയി. ഞാനിന്ന് ജെയിംസിനെ കണ്ടിട്ട് വരാം. ജോസുട്ടി എണീറ്റ് വേഷം മാറി ഒരു ലുങ്കി എടുത്ത് ജെയിംസിന്റെ വീട്ടിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോ
തിണ്ണയിൽ അരഭിത്തിയിൽ ഒരു അനാഥ പ്രേതം പോലെ ജെയിംസ് മലർന്നു കിടക്കുകയായിരുന്നു. ജെയിംസ്, ജോസൂട്ടി വിളിച്ചു. ആ വിളി കേട്ട് അവൻ ഞെട്ടി എണീറ്റു. ജോസ്. സങ്കടം കൊണ്ട് ജെയിംസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സാരമില്ലടാ എന്ന് പറയാൻ എനിക്കാവില്ലടാ. ആ ബാല്യകാല സുഹൃത്തുക്കൾ കെട്ടിപ്പിടിച്ചു. ജെയിംസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നമ്മുടെ സോഫി പോയടാ, അവൻ വിതുമ്പി. ജോസൂട്ടിക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. സോഫി പലപ്പോഴും താൻ കഠിന ഹൃദയനാണെന്നും സ്നേഹിക്കാൻ അറിയാത്തവനാണെന്നും പറയാറുള്ളതും ഒരു നിമിഷം ജോസൂട്ടി ഓർത്തു. ജോസൂട്ടി വന്നതറിഞ്ഞ് മത്തായി ചേട്ടനും സാറാമ്മയും ഇറങ്ങി വന്നു. ജോസുമോനായിരുന്നോ? എപ്പോ വന്നു? കുറച്ചു നേരമായി അമ്മച്ചി, അവൻ പറഞ്ഞു. സൂസന്ന എവിടെ? അവൻ തിരക്കി. അവളുടെ കല്യാണം കഴിഞ്ഞു. ഓ, ആരാണ് ചെറുക്കൻ? ആകാംക്ഷയോടെ തിരക്കി. സോഫി പലപ്പോഴും തന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നെ ജെയിംസേട്ടൻ കല്യാണം കഴിക്കുമ്പോ ജോസുട്ടി ചായൻ സൂസന്നയെ കിട്ടിക്കോ. നീ പോടി, എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. താൻ അവളെ തല്ലാൻ ചെല്ലും. ചിരിച്ചോണ്ട് അവൾ ഓടി മാറും. ചിലപ്പോ സൂസന്നയുടെ മുമ്പിൽ വെച്ചായിരിക്കും പറയുന്നത്. അത് കേട്ട് സൂസന്ന നാണത്താൽ ചൂളും. കൂരാച്ചോണ്ടില ചെറുക്കന്റെ വീട്. ഹൈസ്കൂളിലെ പ്യൂണ, പേര് ബെന്നി, മത്തായി ചേട്ടൻ പറഞ്ഞു. ആ, ഒരു നിമിഷം ജോസൂട്ടി ചിന്തയിൽ നിന്ന് ഉണർന്നു. ജെയിംസേ, വാ, നമുക്ക് പുറത്തോട്ടിരുന്ന് സംസാരിക്കാം, ജോസൂട്ടി വിളിച്ചു. ജെയിംസ് അവന്റെ ഒപ്പം പുറത്തിറങ്ങി. അവർ മെല്ലെ മുമ്പോട്ട് നടന്നു. ജെയിംസ്, സത്യത്തിൽ എന്താണ് ഉണ്ടായത്? പറയൂ. സോഫിയെ സംബന്ധിക്കുന്ന കാര്യമായിരുന്നു അവൻ അറിയേണ്ടത്. ജെയിംസ് എല്ലാം പറഞ്ഞു. ഫാദർ ജോർജ് തെന്നലക്കലിന്റെ മരണം വരെ. പോലീസ് ഇതുവരെ ആരെയും പിടികൂടിയില്ലേ? ഇല്ല, അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. സമർത്ഥനായ SP CB തോമസ് ആണ് കേസ് അന്വേഷിക്കുന്നത്. അവർ നടന്നു നടന്ന് ഇലന്തുകടവ് പാലത്തിലെത്തി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പഴയ ജെയിംസിന്റെ പ്രേതം പോലെയുണ്ട് നിന്നെ കണ്ട, ജോസൂട്ടി പറഞ്ഞു. സോഫി പോയതോടെ ഞാൻ ആകെ തളർന്നു പോയടാ. നിനക്കറിയാമല്ലോ എല്ലാം. എന്റെ സ്വപ്നം നിറച്ചും അവളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇപ്പൊ പോലും അവളെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. ജെയിംസേട്ടാന്ന് അവൾ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നും. പറഞ്ഞു വന്നപ്പോ അവന്റെ കണ്ടുമിടറി. വാ, നമുക്ക് മടങ്ങി പോകാം. ജോസെ, നിനക്ക് എത്ര മാസം ലീവുണ്ട്? 1 മാസം. പക്ഷെ അമ്മച്ചിയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ മടങ്ങി പോകുമോടാ? ജെയിംസ് അതിന് മറുപടി പറഞ്ഞില്ല. അവനും ആലോചിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ ഹരിശങ്കർ ടെലിഫോൺ എക്സ്ചേഞ്ചിലെത്തി. പെട്ടെന്ന് തന്റെ സുഹൃത്ത് വിജയനെ കണ്ടുപിടിച്ചു. വിജയ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഹരിശങ്കർ പറഞ്ഞു. ഹരിശങ്കർ യൂണിഫോമിലല്ലാത്തതുകൊണ്ട് മറ്റാരും തിരിച്ചറിഞ്ഞില്ല. എന്താ ഹരി? വിജയൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എനിക്ക് തന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. സോഫി മരിക്കുന്നതിന് മുമ്പത്തെ ഒരാഴ്ചത്തെ ഡേറ്റ് പറഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ ബംഗ്ലാവിലേക്ക് വിളിച്ച കോളുകൾ ഏത് നമ്പറിൽ നിന്നാണെന്നും ബംഗ്ലാവിൽ നിന്നും ഏത് നമ്പറിലേക്കാണ് വിളിച്ചതെന്നും അറിയണമെന്ന് പറഞ്ഞു. ബംഗ്ലാവിലെ നമ്പർ ഹരിശങ്കറിന് അറിയാമായിരുന്നു. ഹരി ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. വിജയൻ അകത്തേക്ക് പോയി. പുറത്തുള്ള കസേരയിൽ ഹരിശങ്കർ ഇരുന്നു. 1/2 മണിക്കൂറിന് ശേഷം വിളിച്ച നമ്പറുകളുമായി വിജയൻ വന്നു. വിജയൻ, ഈ നമ്പറുകളൊക്കെ ആരുടേതാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച നമ്പറുകൾ ഏത് വ്യക്തികളുടേതാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. താങ്ക്സ്. തൽക്കാലം മറ്റാരും അറിയണ്ട. വരട്ടെ. വിജയനോട് യാത്ര പറഞ്ഞ് ഹരിശങ്കർ ഹോട്ടലിലേക്കാണ് പോയത്. സിബി സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞെങ്കിലും അത്ര നേരം കാത്തിരിക്കാനുള്ള ക്ഷമ ഹരിശങ്കറിന് ഉണ്ടായിരുന്നില്ല. ഹരിശങ്കർ ഹോട്ടലിൽ എത്തുമ്പോൾ സിബി തോമസ് അഡ്രസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താ ഹരി നേരത്തെ? സാറ് പറഞ്ഞ പോലെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സിബി ഹരിശങ്കറിന്റെ കയ്യിൽ നിന്നും ടെലിഫോൺ നമ്പറുകൾ വാങ്ങി നോക്കി. നമ്മൾ ശരിയായ പാതയിലാണല്ലേ ഹരി? സിബിയുടെ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി പാറി വന്നു. അതെ സർ, ഹരിശങ്കർ പറഞ്ഞു. ഇനി താമസിപ്പിക്കണ്ട, പീറ്ററിനെ കാണാം. ശരി സാർ. സിബി റൂം പൂട്ടി ചാവി റിസപ്ഷനിൽ കൊടുത്ത് പുറത്തു വന്ന് ജീപ്പിൽ കയറി. പിന്നാലെ ഹരിശങ്കറും. തിരുവമ്പാടി ടൗണിൽ പീറ്റർ നടത്തുന്ന ടൈൽസ് കട ലക്ഷ്യമാക്കി ജീപ്പ് കുതിച്ചു. ഹരി, സ്റ്റേഷനിൽ വിളിച്ച് കുറച്ച് പോലീസുകാരോട് വരാൻ പറയണം. സിബി ജീപ്പിലെ വയർലെസ് സെറ്റ് ഹരിശങ്കറിന് നൽകി. ഹരിശങ്കർ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം ധരിപ്പിച്ചു. ടൈൽസ് കടയുടെ മുമ്പിൽ ജീപ്പ് നിന്നു. ഹരിശങ്കറും സിബിയും ജീപ്പിൽ നിന്നിറങ്ങി. യൂണിഫോമിലല്ലെങ്കിലും ഹരിശങ്കറെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഓഫീസിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്ന പീറ്റർ കുരിശിങ്കൽ ഹാഫ് ഡോർ തള്ളിത്തുറന്ന് ഹരിശങ്കർ വരുന്നത് കണ്ട് അറിയാതെ ഞെട്ടി. പിന്നാലെ വന്ന സിബിയും പോലീസാണെന്ന് പീറ്ററിന് മനസ്സിലായി.
എന്തേ സർ? പരിഭ്രമത്തോടെ എണീറ്റ പീറ്റർ ഹരിശങ്കറിനോട് തിരക്കി. താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വളരെ സാധാരണ മട്ടിൽ സിബി പറഞ്ഞു. സർ, ആരാണിത്? എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? പീറ്റർ, ഇദ്ദേഹം ക്രൈംബ്രാഞ്ച് എസ് പി സിബി തോമസ്. സോഫിയുടെ കേസ് അന്വേഷിക്കുന്നത് ഇദ്ദേഹമാണ്. അത് കേട്ട് പീറ്റർ വീണ്ടും നടുങ്ങി. സാർ, എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? വീറോടെ പീറ്റർ തിരക്കി. സോഫിയെ കൊന്നതിന്. അയ്യോ, ഞാനല്ല സോഫിയെ കൊന്നത്, പീറ്റർ അലറി. എങ്കിൽ നിന്റെ പങ്കുണ്ടായിരുന്നു എന്ന് പറ. ഫാദർ തെന്നക്കലിനെ നീ എങ്ങനെയാണ് കൊന്നത്? ഒന്നും ഒളിക്കണ്ട, തെളിവുകളെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ ഹരിശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ ജീപ്പിൽ പാഞ്ഞെത്തി. ഹരിശങ്കർ പീറ്ററിനെ വിലങ്ങണീച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ജനം കടയ്ക്ക് മുമ്പിൽ തടിച്ചുകൂടി. വാർത്തകൾക്ക് ചിറകു മുളച്ചു. മാനേജർ DCക്കും ആലങ്കര ബംഗ്ലാവിലേക്കും ഫോൺ ചെയ്തു. വിവരമറിഞ്ഞ എല്ലാവരും ഇടിവെട്ടിയതുപോലെ തരിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീറ്റർ കുരിശുങ്കൽ സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട് ഹരിശങ്കറും സിബിയും തരിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട ചിലരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് കയ്യിൽ വിലങ്ങഴിച്ച പീറ്ററിനെ ജീപ്പിൽ ആലങ്കര ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞെത്തിയ DC ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. ആന്റണി മുതലാളിയും ഡേവിഡും നീതുവും ശ്വാസം വിടാൻ പോലും മറന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഗ്രാമവാസികളും ബംഗ്ലാവിന്റെ മുറ്റത്ത് തടിച്ചുകൂടി. അവർക്കിടയിൽ ആൻഡ്രൂസും ജെയിംസും ജോസൂട്ടിയും ഉണ്ടായിരുന്നു. പീറ്റർ, സംഭവിച്ചത് ഒരിക്കൽ കൂടി തുറന്നു പറ. തന്റെ ഭാര്യ അടക്കം എല്ലാവരും അറിയട്ടെ. മാത്രമല്ല, അതിൽ ബന്ധമുള്ള ചില കണ്ണുകൾ കൂടി വിലക്കി ചേർക്കാനാണ്. ഒരു സിഗരറ്റ് കത്തിച്ച് സിബി തോമസ് ചുണ്ടിൽ വെച്ചു. ഇത്രയും പെട്ടെന്ന് നിന്നെ പിടിക്കില്ലെന്ന് കരുതിയല്ലേ? നീ ബംഗ്ലാവിലേക്ക് ചെയ്ത ഫോൺ കോളുകൾ, ബംഗ്ലാവിൽ നിന്നും നിന്നെ തേടി വന്ന കോളുകൾ, മാത്രമല്ല പഞ്ചായത്ത് മേരിയുടെ മൊഴിയാണ് എന്നെ ഈ കേസിൽ നീയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തീരുമാനത്തിലെത്താൻ സഹായിച്ചത്. മാത്രമല്ല, മരിച്ച തെന്നിക്കലച്ചൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഫോണിൽ വിളിച്ചിരുന്നു അല്ലേ? തല കുമ്പിട്ട് നിന്ന പീറ്റർ വീണ്ടും ഞെട്ടി. ഞെട്ടണ്ട, ആരും അറിയാതെ നിന്നെ കാണാനാണ് ഫാദർ വന്നത്. ഫാദർ തിരുവമ്പാടി വരെ വന്നത് ഒരു ഓട്ടോയിലാണ്. ആ ഓട്ടോ ഫാദറിനെ പബ്ലിക് ടെലിഫോൺ ബൂത്തിന് മുന്നിൽ ഇറക്കി വിട്ടു. അന്ന് ഫാദർ ഫോൺ ചെയ്തത് നിന്റെ നമ്പറിലാണെന്ന് ഞാൻ കണ്ടെത്തി. അതായിരുന്നു ഈ കേസിന്റെ ഏറ്റവും പ്രധാന വഴിത്തിരിവ്. അവിടെ കൂടി നിന്നവരോടായി സിബി പറഞ്ഞു. ജനങ്ങൾ തമ്മിൽ നോക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഡേസി കരഞ്ഞ് കരഞ്ഞ് തളർന്നു. തന്റെ ഭർത്താവായിരിക്കും കുറ്റവാളിയെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പറയൂ പീറ്റർ, നനഞ്ഞിറങ്ങിയില്ലേ? ഇനി എന്ത് കുളിര്? ഒരു പുക എടുത്തുകൊണ്ട് സിബി പറഞ്ഞു. ക്രിസ്തുമസ് രാത്രിയിൽ ഇരവഞ്ഞിപ്പുഴയ്ക്ക് സമീപമുള്ള വാഴത്തോട്ടത്തിൽ വെച്ച് പഞ്ചായത്ത് മേരിയുടെ ശരീരത്തിന് വില പറഞ്ഞ് പീറ്റർ മേരി പോയി കഴിഞ്ഞ് തപ്പി തടഞ്ഞ് മുമ്പോട്ട് നടന്നു. കുടിച്ച മദ്യത്തിന്റെ ലഹരി അവന്റെ തലയ്ക്ക് ബാധിച്ചിരുന്നു. ഇരുളിൽ മുമ്പോട്ട് നടന്ന പീറ്ററിന് വഴി തെറ്റി. അവൻ ചെന്നെത്തിയത് സോഫിയുടെ വീട്ടുമുറ്റത്താണ്. പക്ഷേ ആ കാര്യം അവന് മനസ്സിലായില്ല. അപ്പോഴാണ് ഇടവഴിയിൽ കൂടി ആരോ വരുന്നതും വീട്ടിലേക്ക് ടോർച്ചടിക്കുന്നതും പീറ്റർ കണ്ടത്. അവൻ വീടിന്റെ പിന്നിലേക്ക് മാറി നിന്നു. പള്ളി കഴിഞ്ഞ് സോഫിയെ ജെയിംസ് കൊണ്ടുവന്ന് വിടാൻ വന്നതായിരുന്നു. ടോർച്ചിന്റെ പ്രകാശത്തിൽ സോഫി കയറി വരുന്നതും ഇനി ടോർച്ച് അടിക്കണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാമെന്നും അവൾ പറയുന്നതും പീറ്റർ കേട്ടു. അപ്പോഴാണ് താൻ സോഫിയുടെ വീട്ടുമുറ്റത്താണെന്ന കാര്യം അവൻ ഓർത്തത്. ബംഗ്ലാവിൽ വെച്ച് പലപ്പോഴും താൻ അവളെ കൊതിച്ചിട്ടുള്ളതാണ്. ഇത് പറ്റിയ സന്ദർഭമാണെന്ന് അവന് തോന്നി. സോഫി വീടിന്റെ തിണ്ണയിൽ കയറിയതും പീറ്റർ പിന്നിൽ നിന്നും അവളുടെ വായ പൊത്തിപ്പിടിച്ച് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് വലിച്ചയച്ചു. സോഫി രക്ഷപ്പെടാൻ ഒരു വിഫല ശ്രമം നടത്തി. കാമപ്പേ പിടിച്ച അവനപ്പോൾ കാരിനുമ്പിന്റെ ശക്തിയായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ടവൽ പീറ്റർ സോഫിയുടെ വായിൽ കുത്തിത്തിരുകി. പിന്നെ അവളെ ചെറുത്തുനിൽപ്പിനെ അവഗണിച്ച് അവളെ ക്രൂരമായി കീഴ്പ്പെടുത്തി. കൊടുങ്കാറ്റ് കെട്ടടങ്ങിയപ്പോഴാണ് പീറ്ററിന്റെ മുഖം സോഫി കണ്ടത്. അവൾ ഞെട്ടിപ്പോയി. പുറത്ത് ആരെങ്കിലും അറിഞ്ഞ് കൊന്നുകളയും, നിന്നെ മാത്രമല്ല നിന്റെ മറ്റവനെയും. മദ്യത്തിന്റെ കെട്ട് അപ്പോഴേക്കും വിട്ടിരുന്നു. പീറ്റർ പെട്ടെന്ന് സ്ഥലം വിട്ടു. ആരും അറിയാതെ പീറ്റർ ബംഗ്ലാവിലെത്തി. തന്റെ ബെഡ്റൂമിൽ ഡെയ്സിയും മോളും നല്ല ഉറക്കത്തിലായിരുന്നു. രാവിലെ പീറ്ററും ഡെയ്സിയും പള്ളിയിൽ പോയി. തിരിച്ചു വന്ന ശേഷം ഡേവിഡിനെ തനിച്ച് കിട്ടിയപ്പോൾ പീറ്റർ പറഞ്ഞു, ഇന്നലെ നിന്നെ അന്വേഷിച്ച് പഞ്ചായത്ത് മേരി വന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. നീ മോശക്കാരനല്ലല്ലോടാ. പതുക്കെ പറയാളിയ, ആരെങ്കിലും കേൾക്കും, ഡേവിഡ് പറഞ്ഞു. പീറ്റർ പറഞ്ഞു നിർത്തി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തുണ്ടായി? സോഫി എങ്ങനെ മരിച്ചു?
സിബി അടുത്ത സിഗരറ്റ് കത്തിച്ചു. ഈസ്റ്ററിന് തലേന്ന് വൈകുന്നേരം സോഫി പതിവില്ലാതെ ബംഗ്ലാവിൽ വന്നു. അതിനിടയ്ക്കൊന്നും അവളെ കണ്ടില്ലേ? ഹരിശങ്കറാണ് ചോദിച്ചത്. ഇല്ല, പേടി കാരണം ഞാൻ ബംഗ്ലാവിൽ ഒരു പ്രാവശ്യം മാത്രമേ വന്നുള്ളൂ. എന്നിട്ട് അടുക്കളയിൽ നിന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ ആരും കാണാതെ അപ്സ്റ്റേറിലെ എന്റെ മുറിയിൽ സോഫി കടന്നു വന്നു. ദുഷ്ട, ഞാൻ ഗർഭിണിയാണ്, നീയാണ് അതിന് ഉത്തരവാദി, ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും, സോഫി അവനോട് പറഞ്ഞു. സോഫി പതുക്കെ, ആരെങ്കിലും അറിഞ്ഞ എന്റെ കുടുംബം, മാനം എല്ലാം തകരും. തകരട്ടെ, അന്ന് ഇതൊന്നും ഓർത്തില്ലേ? നിന്റെ ഒരു മാനവും കുടുംബവും എല്ലാവരും അറിയട്ടെ നീ ഒരു ആട്ടിൻ തോലിട്ട ചെന്നൈയാണെന്ന്. നിങ്ങൾ കാരണം എന്റെ ജെയിംസ് ഏട്ടൻ. സോഫി വിതുമ്പിപ്പോയി. സോഫി, അന്ന് മദ്യത്തിന്റെ ലഹരി തലക്കി പിടിച്ച് ഞാനൊരു പിശാചായി മാറി. ഞാൻ അറിയാതെ പറ്റിപ്പോയി. മാപ്പ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പണം എത്ര വേണം നിനക്ക്? എന്റെ മാനം തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് സമ്മതിക്കുമോ? എന്ത് പ്രാന്താ സോഫി നീ പറയുന്നത്? പതുക്കെ, പീറ്റർ പരിഭ്രമത്തോടെ പറഞ്ഞു. അപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് റോസമ്മ കടന്നു വന്നത്. പീറ്റർ ഞെട്ടിപ്പോയി. മമ്മി, ഞാൻ... അവൻ വിക്കി. വേണ്ട, എല്ലാം ഞാൻ കേട്ടു. സോഫി മോളെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഇതാരും അറിയണ്ട. നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റോസമ്മ നയപരമായി ഇടപെട്ടു. അച്ഛന്റെ അടുക്കൽ ഞാൻ എല്ലാം പറഞ്ഞു കുമ്പസരിച്ചു, സോഫി പറഞ്ഞു. സോഫി മോളെ, ഞാൻ നിന്നെ ആരും അറിയാതെ ഒരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോകാം. നിന്റെ വയറ്റിൽ വളരുന്ന പാപത്തിന്റെ സന്തതിയെ നമുക്ക് നശിപ്പിക്കാം. നീ ഇന്ന് രാത്രി അമ്മച്ചി അറിയാതെ ഇറങ്ങി വാ. ഞാൻ കാത്തു നിൽക്കാം. സമാധാനമായിട്ട് മോളിപ്പോ. റോസമ്മ അവളെ ആശ്വസിപ്പിച്ചു. സോഫി മനസ്സില്ലാ മനസ്സോടെ എല്ലാം സമ്മതിച്ചു. സോഫി പോയി കഴിഞ്ഞപ്പോൾ റോസമ്മ പീറ്ററിന്റെ കാരണത്തൊന്ന് പൊട്ടിച്ചു. എന്താളാ ഇതൊക്കെ? മമ്മി, ഒരബദ്ധം പറ്റിപ്പോയി. മിണ്ടരുത്. ഡേസി അറിഞ്ഞ പിന്നെ നമ്മുടെ കുടുംബം, മാനം ഇതൊന്നും നീ ഓർത്തില്ലല്ലോ. ഞാനിനി എന്തു വേണം? അവൾ ഇനി ജീവിക്കരുത്. രാത്രി ഇറങ്ങി വരുമ്പോ തീർത്തേക്കണം. ഇനി മാനം രക്ഷിക്കാൻ അതേ വഴിയുള്ളൂ. പറഞ്ഞത് കേൾക്ക്. നമ്മുടെ മാനം രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല മോനെ. അവൾ ജീവിച്ചിരുന്ന ആ രഹസ്യം എപ്പോഴെങ്കിലും പുറത്തു വരും. പിന്നെ നമ്മൾ ജീവിക്കണോ? നിന്റെ നിലയും വിലയും നീ മറക്കരുത്. എന്റെ കുഞ്ഞിന്റെ ഗതി എന്താകുമെന്ന് നീ ആലോചിച്ചോ? ഗത്യന്തരമില്ലാതെ പീറ്ററിന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ പീറ്ററും റോസമ്മയും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങി. പീറ്ററിന്റെ കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. അവർ നടന്ന് സോഫിയുടെ വീടിന് മുന്നിലെ ഇടവഴിയിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോ സോഫി ഇറങ്ങി വന്നു. പോകാം മോളെ, റോസമ്മ പറഞ്ഞു. അവർ നടന്ന് ഇരുവഴിഞ്ഞിപ്പുഴയുടെ സമീപമുള്ള വാഴത്തോട്ടത്തിലെത്തി. വാടി, പീറ്റർ അവളെ പിടിച്ചു വലിച്ചു. അയ്യോ കൊച്ചമ്മേ, എന്താ ഇത്? സോഫി നിലവിളിക്കാൻ ശ്രമിച്ചു. പീറ്റർ അവളുടെ വായു പൊത്തിപ്പിടിച്ച് വാഴത്തോട്ടത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പീറ്ററെ, അവൾ ഒച്ച വയ്ക്കരുത്, റോസമ്മ പറഞ്ഞു. പീറ്റർ കഴുത്തിൽ ചുറ്റിയിരുന്ന ടർക്കി എടുത്ത് സോഫിയുടെ കഴുത്തിൽ ചുറ്റും വലിച്ച് മുറുക്കി. അവളുടെ കണ്ണു തുറച്ചു. ഒരിറ്റു ശ്വാസത്തിനായി അവൾ പിടഞ്ഞു. കൈകൾ ഒന്നു രണ്ട് പ്രാവശ്യം അന്തരീക്ഷത്തിൽ ചുരമാന്തി. പിന്നെ ആ ശരീരം നിശ്ചലമായി. കഴുത്തിൽ നിന്നും ടർക്കി അയച്ചെടുത്തപ്പോൾ വാടിയ ചേമ്പിൻതാള് പോലെ സോഫി നിലത്തേക്ക് വീണു. എടാ ദ്രോഹി, നിന്നെ ഞാൻ ബാക്കി വെക്കില്ലടാ. എന്റെ സോഫിയെ നീ! ആൾക്കൂട്ടത്തിൽ നിന്നും അലറിക്കൊണ്ട് പീറ്ററിന് നേരെ ചാടി വീണ ജെയിംസിനെ പോലീസുകാർ പെട്ടെന്ന് തടഞ്ഞു. കർണേട്ടനും ഒന്നു രണ്ടാൾക്കാരും കൂടി ജെയിംസിനെ പിടിച്ചു മാറ്റി. ഫാദർ, തെന്നയ്ക്കലിന് എന്ത് സംഭവിച്ചു? വലിച്ചു തീർന്ന സിഗരറ്റ് കുത്തി സിബി തറയിലിട്ട് ഷൂസ് കൊണ്ട് ചവിട്ടി ഞെരിച്ചു. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ റോസമ്മ പീറ്ററിന്റെ കടയിലേക്ക് ഫോൺ വിളിച്ചു. പീറ്ററെ, ഞാനാ, മമ്മി. എടാ, ആ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ അച്ഛനെ ചോദ്യം ചെയ്തെന്നാ പറയുന്നത് കേട്ടത്. അയാളെങ്ങാനും സോഫി പറഞ്ഞ കാര്യം പോലീസിനോട് പറഞ്ഞ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാകും. ഞാൻ എന്ത് ചെയ്യണം മമ്മി? എടാ, അച്ഛൻ ജീവിച്ചിരുന്ന നമ്മൾ അകത്താവും. ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. റോസമ്മ റിസീവർ വെച്ചു. അച്ഛനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയത്. ഒരു ദിവസം വൈകുന്നേരം ടൗണിൽ നിന്നും അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ കടയിലുണ്ടോ എന്ന് അറിയാനായിരുന്നു. അച്ഛനെ എന്നോട് എന്തോ സംസാരിക്കണമെന്ന്. ഓഫീസിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു. ഫാദർ തെന്നലക്കൽ ഇനി ജീവനോടെ തിരിച്ചു പോകാൻ പാടില്ല. ഇത് പറ്റിയ അവസരമാണ്. പീറ്റർ ഉറച്ച ചില പ്ലാനുകൾ മനസ്സിൽ തയ്യാറാക്കി. 15 മിനിറ്റുകൾക്കുള്ളിൽ അച്ഛൻ ഒരു ഓട്ടോയിൽ കടയിലെത്തി. മാനേജർ അന്ന് ലീവായിരുന്നു. മറ്റ് സ്റ്റാഫുകൾ 5 മണിക്ക് പോയി കഴിഞ്ഞിരുന്നു. അത് സൗകര്യമായി. എന്താ ഫാദർ?
തന്റെ സമീപത്തുള്ള കസേര നീക്കിയിട്ടുകൊണ്ട് പീറ്റർ തിരക്കി. പീറ്റർ, പോലീസ് ഇപ്പൊ എന്നെയും സംശയിക്കുന്നു. തെറ്റ് ചെയ്തത് നീയാണ്. അപ്പോ ശിക്ഷ അനുഭവിക്കേണ്ടതും നീ തന്നെയല്ലേ? ഫാദർ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? പീറ്റർ, ഒന്നും ഒളിപ്പിക്കേണ്ട. സോഫി എന്നോട് എല്ലാം പറഞ്ഞു. നീയാണ് അവളെ നശിപ്പിച്ചത്. ഗർഭിണിയായ അവളെ കൊന്നതും നീയാണെന്ന് എനിക്കറിയാം. ഫാദർ, അസംബന്ധം പറയരുത്. വേണ്ട, പക്ഷെ പോലീസ് ചോദിക്കുമ്പോ എല്ലാം സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഒരു നിരപരാധി രക്ഷപ്പെടാൻ ഞാൻ കുമ്പസാര രഹസ്യം പോലീസിന് വെളിപ്പെടുത്തും. രോഷത്തോടെ ഫാദർ എണീറ്റു. വേണ്ട ഫാദർ, ഞാൻ കുറ്റം സമ്മതിച്ച് കീഴടങ്ങാം. ഉള്ളിൽ കത്തിയിരുന്ന പകയോടെ പീറ്റർ പറഞ്ഞു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ? ഫാദർ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പീറ്റർ പെട്ടെന്ന് ഷാപ്റ്റർ താഴ്ത്തി കടപൂട്ടി കാറിൽ കയറി. ഫാദറും അവനോടൊപ്പം മുൻസീറ്റിൽ കയറി. കാർ ഇരുട്ടിൽ പ്രകാശം ചാലുകീറുന്ന പാതയിലൂടെ മുമ്പോട്ട് കുതിച്ചു. വിജനമായ ഭാഗത്തെത്തിയതും വണ്ടി തനിയെ നിന്നു. എന്തു പറ്റി? ഫാദർ തിരക്കി. നോക്കട്ടെ. ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് പോലെ ഭാവിച്ച പീറ്റർ താൻ കരുതിയിരുന്ന പ്ലാസ്റ്റിക് ചരട് ഫാദറിന്റെ കഴുത്തിലിട്ട് കുടുക്കി മുറുക്കി. ഓർക്കപ്പുറത്തായിരുന്നതിനാൽ ഫാദറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പീറ്റർ തന്റെ കഴുത്ത് മുഴുവനും പ്രയോഗിച്ചു. ഒടുവിൽ ഫാദർ തെന്നക്കലിന്റെ ശരീരം നിശ്ചലമായി. ചുറ്റും നോക്കിയ ശേഷം പീറ്റർ കാർ സ്റ്റാർട്ട് ചെയ്തു. അത് പള്ളിമേട ലാക്കാക്കി കുതിച്ചു. സെമിത്തേരിയുടെ ഗേറ്റിങ്ങിൽ കാർ നിന്നു. ചുറ്റുപാട് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പീറ്റർ അച്ഛന്റെ ശവശരീരം താങ്ങിപ്പിടിച്ച് സെമിത്തേരിയിലെ പുതിയ കല്ലറകളൊന്നിൽ കൊണ്ടിട്ടു. തിരിച്ചു വന്ന ആശ്വാസത്തോടെ പീറ്റർ കാറിൽ കയറി. രാത്രിയുടെ നെഞ്ചു വിളർന്ന് കാർ കുതിച്ചു. കഥ കേട്ടിരുന്നവർ ശബ്ദിക്കാൻ മറന്നുപോയി. ജെയിംസിനെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. തന്റെ ഭർത്താവിന്റെ ഞെട്ടിപ്പിക്കുന്ന പ്രവൃത്തി കേട്ട ഡെയ്സി ബോധശൂന്യായി നിലം പതിച്ചു. ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെ തുഷാരഗിരിയിൽ സോഫിയുടെ ഡെഡ് ബോഡി നീ തനിച്ചാണോ എത്തിച്ചത്? സിബി തോമസ് പീറ്ററിനോട് തിരക്കി. അതെ, ബംഗ്ലാവിലെ ജീപ്പിലാണ് ശവം കൊണ്ടുപോയത്. ഇത്രയും ദൂരേക്ക് കൊണ്ടുപോകാൻ കാരണം എന്തായിരുന്നു? കാട്ടിലെവിടെയെങ്കിലും ശവം കുഴിച്ചു മൂടാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? അവിടെ എത്തുമ്പോ കാട്ടാനയെ ഓടിക്കാൻ ആളുകൾ പാട്ടയും കൊട്ടി പന്തം കത്തിച്ചിറങ്ങിയിരുന്നു. അവരുടെ കണ്ണിൽപ്പെടാതെ കാടിനുള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ശവം വെള്ളച്ചാട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ശ്വാസം അടക്കി പിടിച്ചാണ് ആളുകൾ കേട്ടിരുന്നത്. ജീപ്പിലിരുന്ന വനിതാ പോലീസ് ഇറങ്ങി വന്നു. അവർ റോസമ്മയുടെ കയ്യിൽ വിലങ്ങണിയിച്ചു. അത് കണ്ട് നീതു പൊട്ടിക്കരഞ്ഞു. പീറ്ററിനെ ജീപ്പിൽ കയറ്റാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കൊടുങ്കാറ്റ് പോലെ ജോസൂട്ടി പാഞ്ഞു വന്നത്. സിബിക്കും ഹരിശങ്കറിനും തടയാൻ കഴിയുന്നതിന് മുമ്പ് ജോസൂട്ടിയുടെ കയ്യിലിരുന്ന കഠാര പീറ്ററിന്റെ നെഞ്ചിൽ പിടിവരെ തറഞ്ഞു. പീറ്റർ ഒന്ന് പിടഞ്ഞു. പിന്നെ ഒരു പോലീസുകാരന്റെ ദേഹത്തേക്ക് മറിഞ്ഞു. എന്റെ പെങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോ ഒരു നല്ല കാര്യം ചെയ്ത സംതൃപ്തി എനിക്കുണ്ട്. ജോസൂട്ടി സിബിയെ സല്യൂട്ട് ചെയ്തു. എന്നിട്ട് ജീപ്പിന്റെ പിന്നിൽ കയറിയിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു നോവലുമായി കാണാം. നന്ദി.